സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ദാനമായി തന്ന ആ വലിയ ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ നമുക്കായി കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും നമ്മുടെ മേൽ പകരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ 2025 2-ാം മാസത്തിന്റെ 1-ാം ദിവസം തന്നെ ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ മാസം നമ്മൾ ഓരോ ദൈവമക്കളുടെ ഒരു വിടുതലിന്റെ മാസമാണ്, അനുഗ്രഹത്തിന്റെ മാസമാണ്. സ്വയം അങ്ങോട്ട് ദൈവത്തോട് ദൈവസംഘം അങ്ങോട്ട് ഇരുന്ന് പറ, ഇന്ന് ഈ മാസം എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ മാസമാണ്. ദൈവം എനിക്ക് ശത്രുവായി പിശാച് എന്റെ മുന്നിൽ ചോദ്യചിഹ്നമായി വെച്ചിരിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം എന്റെ പിതാവായ ദൈവം എനിക്ക് മറുപടി നൽകുന്ന ഒരു മാസമാണ്, അത്ഭുതം ചെയ്യുന്ന ഒരു മാസമാണ്. നേരത്തെ കേട്ട ദൈവത്തിന്റെ വചനം പോലെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം പുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്കായി തന്നിട്ടുണ്ടെങ്കിൽ പിതാവിന്റെ സകല അവകാശവും മക്കൾക്കായി എന്ന് ദൈവത്തിന്റെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മക്കൾക്ക് കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് മക്കളായ നമുക്ക് ആ ദൈവത്തിന്റെ സകല നന്മകളെ തന്നേ പറ്റൂ, അത് പ്രാപിച്ചേ പറ്റൂ. എന്റെ ഈ അവസ്ഥ മാറിയേ പറ്റൂ. 2025 ഈ 2-ാം മാസം എനിക്കും എന്റെ കുടുംബത്തിനും അനുഗ്രഹപ്പെട്ട മാസമായി തീരും. എന്റെ തലമുറയ്ക്ക് അനുഗ്രഹപ്പെട്ട മാസമായി തീരും. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയൊരു മാറ്റം നൽകുന്ന മാസമായി തീരും. അനുഗ്രഹത്തിലേക്ക് ദൈവം എന്നെ എന്റെ കുടുംബത്തെ കൊണ്ടുപോകും. ഇന്ന് പകല് പരിശുദ്ധാത്മാവ് എന്നോട് എന്റെ സഭയോട് ശക്തമേറിയ ദൂത് വിളിച്ചു പറയുന്നു. ദൈവമക്കളോട് ദൂത് വിളിച്ചു പറയുക, അവൻ ബലപ്പെട്ടോ, ഉറച്ചു നിന്നോ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന അവൻ പിതാവിന്റെ സകല നന്മകളും അനുഗ്രഹത്തിലും അവകാശി നീയാണ്. ദൈവ പൈതലായ നീയാണ്, ദൈവം തെരഞ്ഞെടുത്ത ദൈവ പൈതലായ നീയാണ്. ഇന്ന് പൂർണ്ണമായി ഏറ്റെടുത്തു എങ്കിൽ അവകാശം ഞാനും എന്റെ കുടുംബവും പ്രാപിക്കും. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറൂ, എന്റെ സ്ഥിതിഗതികൾ മാറൂ, എന്റെ രീതിയെ മാറാൻ പോവാ. എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ പോവാ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ എന്നേറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. കർത്താവ് നമ്മളെ നിശ്ചയമായി അനുഗ്രഹിക്കും. ദൈവം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമേറിയ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തു. നീലൂര് ദൈവം കൊടുത്ത വിജയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുഞ്ഞിന് സ്തോത്രം ഒരുപാട് ഭയപ്പെട്ടാണ് എക്സാം എഴുതിയത്. പ്രാർത്ഥനയിൽ ആ കുഞ്ഞ് വിശ്വസിച്ചു. പ്രാർത്ഥനയാൽ ആ കുഞ്ഞിന് എഴുതുവാൻ കഴിഞ്ഞു. ദൈവം ബുദ്ധിജ്ഞാനം കൊടുത്തു. ആ കുഞ്ഞിന് ഒരു അനുഗ്രഹപ്പെട്ട റിസൾട്ട് കേൾക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഒരു കുടുംബമായി ആ ദൈവത്തിന് നന്ദിയുള്ളവരായി, ദൈവത്തിന് അനുഗ്രഹമുള്ളവരായി തീരട്ടെ. ആ അനുഗ്രഹങ്ങളെ അവര് കുടുംബത്തിനകത്ത് ആര് പകരട്ടെ? കർത്താവ് പകരട്ടെ. സ്തോത്രം. അവരെ കുടുംബമായി ആ യേശുവിന്റെ മഹത്വത്തിലേക്ക് കടന്നു വരുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും കാരണമാവട്ടെ. ആ കുഞ്ഞിന്റെ വിശ്വാസ ഭവനത്തിലെ ഓരോ വ്യക്തികൾക്കും ഇരട്ടിയായി തീരുവാൻ കാരണമാവട്ടെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതെ, ഞാൻ ഒരു സാക്ഷി ഞാൻ ആദ്യം പറയും. പാലക്കാട് ഒലുവക്കോട് എന്ന് പറയുന്ന ദേശം റെയിൽവേ സ്റ്റേഷനാണ്. പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ സ്ഥലത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ മെയിൻ സ്റ്റേഷന്റെ പേരാണ് ഒലുവക്കോട് എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്ത് എന്നെ ഒരു അടുത്ത സ്നേഹിതനായ ഒരു വ്യക്തിയുണ്ട്. അവരുടെ ഭവനം ഒരു ആ ടൗണിൽ തന്നെ ഒരു 7-8 റൂം വാടകയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു പൊസിഷനിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ലോകപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായി നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. സ്തോത്രം. 2 മക്കളാണ്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്. അതിലെ മൂത്ത മകൻ ജോബി എന്ന പേര്. ജോബി ഞാനുമായിട്ടാണ് നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. ഒരു പ്രാർത്ഥനയിൽ വെച്ച് ദൈവത്തിന്റെ ആലോചന പറഞ്ഞാണ് ഞങ്ങൾ കമ്പനി ആവുന്നത്. അന്ന് മുതൽ ഞങ്ങൾ ഇന്നുവരെയും നല്ലൊരു സഹോദര ബന്ധവുമാണ്. സ്തോത്രം. ഇപ്പൊ കുറെ കാലം കൊണ്ട് ബന്ധങ്ങളില്ല. സ്തോത്രം. പുള്ളിക്കാരൻ ഇവിടുന്ന് വിദേശത്ത് പോയി, പിന്നെ കണ്ടിട്ടില്ല. സ്തോത്രം. എങ്കിലും കാണുമ്പോൾ എല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു. പാലക്കാട് സ്നേഹമാണ്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു സാക്ഷ്യം. അവർ ദൈവത്തെ വിശ്വാസിയാണ്. അവരുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരുടെ അപ്പൻ മരിച്ചുപോയി, അമ്മയേ ഉള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ
അവരുടെ അമ്മ സ്തോത്രം റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, അമ്മ ഇത് പാസ്റ്റർ ഇന്ന ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഇവിടെ പറയാറില്ലയോ. സ്തോത്രം. അമ്മ ആദ്യം ഞാൻ പരിചയപ്പെടുവാ. അമ്മ എഴുന്നേറ്റ് വന്ന് എനിക്ക് കൈയെല്ലാം തന്നു. സ്തോത്രം. കൈ തരാൻ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് കാഴ്ച. അമ്മ വന്ന് എനിക്ക് കരം തന്നപ്പോൾ സ്തോത്രം തപ്പി വന്ന് പെട്ടെന്ന് വന്ന് കൈ തന്ന് കൈക്ക് പിടിച്ചു സ്തോത്രം പറഞ്ഞു. ദൈവം എന്നോട് പറഞ്ഞു അവരോട് സാക്ഷ്യം ചോദിക്കും. നിനക്ക് ആ സാക്ഷ്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അമ്മ ജനിച്ചപ്പോഴേ കുരുടല്ല, അമ്മയ്ക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ഈ കാഴ്ച ചില നാളുകളെ ആയിട്ടുള്ളൂ, കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞ സത്യമാണ്, എനിക്ക് ഷെയ്ഡായിട്ടേ കാണാൻ പറ്റും. സത്യമാ പറഞ്ഞത്. അത് കുറഞ്ഞു വരുന്നു. ഞാൻ വെച്ചാൽ അമ്മയ്ക്ക് അതിനകത്ത് പരാതിയുണ്ടോ? എന്നോട് പറഞ്ഞു ഒരു പരാതിയില്ല. നമ്മൾ ദൈവത്തോട് ഒരു പരാതിയില്ല, ദൈവത്തോട് എനിക്ക് ഒരു പരാതിയില്ല. സ്തോത്രം. ഞാൻ ആ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു കാര്യമായിട്ടൊക്കെ സ്തോത്രം കേട്ടപ്പോഴേ ഞാൻ പെട്ടെന്ന് ഈ സാക്ഷ്യം ഓർമ്മ. എന്നോട് പറഞ്ഞു ഒരു പരാതിയില്ല. ഞാൻ വിശ്വാസത്തിൽ വന്ന നാള് മുതൽ ഇന്ന് വരെ എന്റെ ദൈവം എന്നെ പോറ്റുന്നു, ദൈവം എന്നെ കരുതുന്നു. വിശ്വാസത്തിൽ വരുന്ന മുമ്പ് ഞാൻ അവിശ്വാസിയായിരുന്നു. അവിടുന്ന് വിശ്വാസത്തിൽ വന്ന അന്ന് മുതൽ എന്റെ ദൈവം എനിക്ക് ഒന്നിനും എന്തിയില്ല, ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്റെ ദൈവം എന്നെ ദൈവം അനുഗ്രഹമായി പോറ്റും. ഇത് ഇടക്കാലത്ത് വന്നതാ. ഞാൻ വെച്ചു എന്താണ് അമ്മയുടെ കണ്ണിന്റെ പ്രോബ്ലം? തിമിരമാണ്. ജസ്റ്റ് ഒരു ഓപ്പറേഷൻ ചെയ്താൽ മതി. തിമിരമാണ്, വേറെ ഒന്നും അല്ല, തിമിരമാണ്. പൈസ ഇല്ലാത്തവരല്ല. ഏത് ഹോസ്പിറ്റലിൽ എവിടെ പോകണമെന്നൊന്ന് പറഞ്ഞാൽ മതി, കൊണ്ടുപോകാൻ തയ്യാറായിട്ട് രണ്ട് മക്കൾ നിൽക്കും. പൈസ ഇല്ലാത്തവർ അവരെന്നോട് പറയാ, ഇത്രയും കാലം ആ ദൈവം എനിക്ക് കാഴ്ച തരാൻ ആഗ്രഹിച്ചത്, ഇനിയും എനിക്കുള്ള കാലങ്ങളിൽ കാഴ്ചയില്ലാതാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളാണെങ്കിൽ എത്ര വട്ടം പൂർവ്വത്തിന് ദൈവത്തോട് ഞാൻ വിശ്വാസത്തിൽ വന്ന അവരുടെ കുടുംബമായിട്ട് ആ വിശ്വാസത്തിൽ വരുന്നവർ, അവരുടെ മുന്നുള്ള തലമുറയൊന്നും വിശ്വാസത്തിലുള്ളതല്ല. ഞാൻ ഓർക്കുക എത്ര വട്ടം നമ്മൾ പരാതി, അവർ മരിച്ചുപോയി. ഞാൻ അപ്പോഴാണ് ഇവരുടെ കാര്യം ഞാൻ ഓർത്തത്. അന്ന് എനിക്കൊന്ന് 10-30,000 രൂപയ്ക്ക് വലിയ രീതിയിൽ സർജറി ചെയ്താൽ പോലും ആകും. അന്നത്തെ എമൗണ്ട് കണക്കൂട്ടിയ ഒരു 10-12 വർഷത്തിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്. പ്രൈസോ ഈ ഇടയ്ക്ക് അവർ കുറച്ച് ആളെ മരിച്ചു. അത് കേട്ടപ്പോഴാ എനിക്ക് അസാക്ഷ്യം ആ പ്രിയ മാതാവിനെ കുറിച്ചുള്ള എന്നോട് പറയുക, ഇനിയുള്ള കാലം അന്ധയായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ ഇവിടെ എനിക്ക് ഒന്നിനും കുറവില്ല. എന്റെ ദൈവം എല്ലാത്തിന്റെ കൂടെ. ഞാൻ വെച്ചാൽ അപ്പോഴും അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോ, മക്കളങ്ങ് പല സ്ഥലത്ത് പോകത്തില്ല ജോലിക്ക്, ആരും വേണ്ട. ഈ റൂമല്ല എനിക്കറിയാം, ഇതെല്ലാം കൂട്ടിയിടുന്നത് എവിടെയൊക്കെ ഞാൻ എന്തൊക്കെ വെച്ചെന്ന് എനിക്കറിയാം. അത് കറക്റ്റായിട്ട് പോകും. അപ്പോഴാ പയ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ ഈ വീട്ടിൽ ഒരു വിക്സ് പോലും എടുക്കാൻ, വിക്സ് പോലും ഈ വീടിനകത്ത് കേട്ടാൻ സമ്മതിക്കണം. ഞാനല്ല എന്തോ മണ്ടനാണ്. വിക്സ് പോലും ഒരു വീടിനകത്ത് കയറ്റാൻ ആര് സമ്മതിക്കത്തില്ല? ആ മാതാവ് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളും അതേ രീതിയിലാണ് പോകുന്നത്. കാര്യം ഞങ്ങള് ആരെ കണ്ടാ വളരുന്നത്? ഈ അമ്മയുടെ വിശ്വാസത്തെ കണ്ട്. ഇന്ന് നമുക്കെല്ലാം വിശ്വാസമുണ്ടോ? സ്തോത്രം. ആ പിള്ളേർ വലിയ ആത്മീയരൊന്നും പുറത്ത് ആത്മീയരൊന്നും അല്ല, പക്ഷെ അകത്ത് ഭയങ്കര ആത്മീയരാണ്. അവർ ഓരോ തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ട് എഴുതുന്നത്. പുറമെ നോക്കുമ്പോൾ അവര് വലിയ ആത്മീയരൊന്നുമല്ല. അവര് സ്തോത്രം ഇന്നത്തെ രീതിയിലുള്ള കമ്പ്യൂട്ടർ യുഗത്തിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജോലിയെല്ലാം ആ രീതിയാണ്. പക്ഷെ അവർ ഓരോ തീരുമാനം എടുക്കുമ്പോഴും നേരെ അമ്മയ്ക്ക് ദൈവം കൊടുത്ത വിശ്വാസം അനുസരിച്ചായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി അവരുടെ സംസാരങ്ങൾ കേട്ടപ്പോൾ. ആ മാതാവിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ ഉള്ള കാലം വരെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെന്നില്ലെങ്കിൽ എന്നെ വിളിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കുമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുക,
അവർക്ക് സമ്പത്തുണ്ട്, വെറും ഒരു നിസ്സാര കാര്യമാണ്. പക്ഷെ നമ്മളാണെങ്കിൽ ഈ നിസ്സാര കാര്യം എന്ത് ചെയ്യും? ദൈവത്തോട് പുറത്തുകൊണ്ടിരിക്കും. അത് അവരുടെ വിശ്വാസം, അവരുടെ ഉറപ്പ്. അവർ പറഞ്ഞു ഇത്രയും കാലം എനിക്ക് കാണാൻ പറ്റി. ഞാൻ ചോദിച്ചു മക്കളെ കല്യാണമെല്ലാം കഴിഞ്ഞു, കൊച്ചുമക്കളെ കാണണ്ട, മക്കളെ ദൈവം തന്നു, മക്കളെ വളർത്തി, മക്കളൊരു ലെവലായിട്ടുണ്ട്. ഇനി ആരെ എനിക്ക് കാണണ്ട, എനിക്ക് എന്റെ ദൈവത്തെ കണ്ടാൽ മതി. ഇപ്പോൾ കണ്ണ് അന്ധനായി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കണ്ണടയ്ക്കുന്ന തുറന്നാലും എല്ലാം കണ്ടോണ്ടിരിക്കുന്ന കർത്താവ്. ആ തേജസ് വെട്ടുന്നു. അപ്പൊ ഞാൻ ആ മാതാവിനോട് കുറെ സംസാരിച്ചപ്പോൾ ഞാൻ വെച്ചു, അപ്പൊ അപ്പുറത്തേക്ക് ഭയങ്കര വെളിച്ചമാണ് എന്റെ കണ്ണിൽ അടിക്കുന്നത്. പക്ഷേ പറഞ്ഞു തരാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെളിച്ചം എന്റെ കണ്ണിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും ദൈവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എവിടെ ഇന്നാലും ലജ്ജകൂടാതെ ഞാൻ യേശുവിനെ ഉയർത്തും. കണ്ണ് തുറന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉയർത്താത്ത കാര്യം എന്തുവാ? നമ്മള് അനിയത്തി കേൾക്കുന്നു, ചേട്ടത്തി കേൾക്കുന്നു, അയൽവാസി കേൾക്കുന്നു, അയൽവാസി കേൾക്കുന്നു, എല്ലാം ഓർത്ത് നമ്മൾ ചമ്മലും അല്ലയോ? ഞാൻ ഇന്ന് പകല് ദൈവമക്കളെ ഞാൻ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വരുന്ന ഏറ്റവും എതിർപ്പാണ് ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണോ, ഇത്രയെല്ലാം പ്രാർത്ഥന വേണം എന്നുള്ള വാക്ക് നിനക്ക് ഭവനത്തിന് പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും ഏറ്റവും കൂടുതൽ നീ അനുഭവിക്കേണ്ടത്. അപ്പൊ ഓർത്തോണം, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഈ എതിർപ്പ് വരുന്നത്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തതാണെങ്കിൽ നീ ഓർത്തോണം, ഈ എതിർപ്പൊന്നും വരത്തില്ല. ഈ എതിർപ്പ് വരുന്നതിന്റെ കാര്യമല്ലോ, ഇത്രയെല്ലാം വേണോ, ഇങ്ങനെല്ലാം വേണോ? നീ ആരുമായിട്ട് ചേർന്നിരിക്കുന്നത് ദൈവമായിട്ടാ. അപ്പോഴും നീ കൂടുതൽ ആരോട്ട് ചേർന്നോണം? ദൈവത്തോട് ചേർന്നോ, ദൈവത്തോട് ചേർന്നോ. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, സ്തോത്രം, ലോകത്തെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥനയുണ്ട്. അവരെന്ത് ചെയ്യും? തെരുവ് കുന്നിലും ആള് കൂടുന്നിടത്തെല്ലാം പോയി വലിയ പ്രാർത്ഥിക്കും, വലിയ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കും. എല്ലാം നീ കാര്യം എന്തുവാ? ഞാൻ വലിയ പ്രാർത്ഥനക്കാരെന്ന് അവര് പറയണം. കർത്താവ് വചനം പറയുന്നുണ്ട്, അവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവമായിട്ട് പേഴ്സണലായിട്ടിരുന്ന ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത് പ്രാർത്ഥിക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. പക്ഷേ ആ ദൈവ പൈതലിനെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിക്കുന്നതും അവനെ ഏറ്റവും കൂടുതൽ മടുപ്പിക്കുന്ന വാക്കായത് ഇത്രയെല്ലാം പ്രാർത്ഥന വേണം. എന്തുവാ എന്നിട്ട് എന്തോ ചെയ്ത് ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പേരും ആര് വരും? നമ്മളെ പേരിൽ ആര് വരും? എപ്പോഴും സംശയം വരും. ശരിയാണല്ലോ, ഞാൻ ഇത്രയും പാസ് കേട്ടു. ദൈവമക്കളെ, ഇത് കൊണ്ടുതരുന്നവനാണ് പിശാച്. അത് ആരെയാ ഉപയോഗിക്കുന്നത്, എന്തിനാ ഉപയോഗിക്കുന്നത്? ആ വ്യക്തിയുടെ കുറപ്പോഴല്ല, അവരുടെ മേൽ പ്രവർത്തിക്കാൻ ഒരാളെ നോക്കും. ഇവനെ കയറി അങ്ങ് പ്രവർത്തിക്കുക, ഇവന്റെ നാമം കൊണ്ട് പ്രവർത്തിക്കാന്ന് പറഞ്ഞ് പ്രവർത്തിപ്പിക്കുന്നതാണ്. അവിടെ ദൈവമക്കളെ ആര് തളർന്നു പോലെ നമ്മൾ തളർന്നു പോലെ. ഞാൻ ആ മാതാവ്, പലരും വന്ന് മാതാവിന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പിന്നെ മാതാവിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്ക് എന്നോട് പറഞ്ഞുള്ളൂ, പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു, ഇത്രയും നാളും കണ്ട കാഴ്ച മതി എനിക്ക്, ഇനിയും എനിക്ക് ഒരു കാഴ്ച കണ്ടാൽ മതി, എന്റെ കാന്തന്റെ വരവ് കാത്തിരിക്കുക. അപ്പൊ അതോ പറയുക, കാന്തന്റെ വരവ് കാത്തിരിക്കുക, ഇനി എനിക്ക് കാന്തനെ കണ്ടാൽ മതി. കാന്തനെ കാണാൻ ഈ കാഴ്ച വേണ്ട, അകത്തെ കാഴ്ച മതി. കാന്തനെ കാണാൻ ഈ കാഴ്ച വേണ്ട, എനിക്ക് ആരുടെ കാഴ്ച മതി? അകത്തെ കാഴ്ച മതി. സ്തോത്രം, സ്തോത്രം. നേരത്തെ സാക്ഷ്യം പറഞ്ഞില്ലയോ, നമുക്ക് വീടോ സ്വത്തോ ജോലിയോ ഒന്നും തരുന്നതല്ല നന്മ. നമ്മുടെ നന്മ ഏറ്റവും ദൈവത്തോട് അടുക്കുന്നതാണ്, ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് വിശ്വസ്തയോട് നിൽക്കുന്നതാണ്. മറ്റേതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹം, അതൊരു സൈഡിൽ കൂടെ, അതല്ല മെയിൻ അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തോട് അടുക്കുന്നത്. മറ്റേതെല്ലാം ദൈവം നമുക്ക് ഭൂമി മറ്റുള്ളവർക്ക് കാണാതെ പരിഹസിക്കാതിരിക്കാൻ വേണ്ടി ദൈവം തരുന്നതാണ്. നമ്മൾ ഒരിക്കലും അതിനെ ആശ്രയിച്ച് അതാ അനുഗ്രഹം എന്ന് പറഞ്ഞു പോകല്ലേ. അതെല്ലാം ദൈവം എന്ത് ചെയ്യും? തന്നോണ്ടിരിക്കും. അതൊന്നും ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. ദൈവം തന്നോണ്ടിരിക്കും, ദൈവം തന്നോണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് മനസ്സ് വെക്കുമ്പോഴാ ആര് കയറുന്നത്? പിശാച് കയറുന്ന മോഹം വരും. ഇത്രയും പോലെ ഇനിയും വേണം എന്നുള്ള മോഹം വരും. അബ്രഹാം പിതാവിന് എത്ര കൊടുത്തിട്ടോ അബ്രഹാം പിതാവ് അതിലേക്ക് മൈൻഡ് പോലും ചെയ്തില്ല. ദൈവത്തിന്റെ വചനം പറയുക, അബ്രഹാം പിതാവിന് ആ ദേശത്ത് താമസിക്കുവാൻ കഴിയാത്ത രീതിയിൽ വർദ്ധിച്ചു, നന്മ കൊണ്ട് വർദ്ധിച്ചു. അബ്രഹാം പിതാവ് നന്മയുടെ പിന്നാലെ പോയിട്ടേ ഇല്ല. അബ്രഹാം പിതാവ് അപ്പോഴും ദൈവവുമായിട്ട് അടുക്കാനാണ് കൂട്ടുന്നത്. അതേപോലെ പുതിയ നിയമത്തിനകത്ത് ദൈവസഭയ്ക്കകത്ത് പറയുന്ന ദൈവമക്കളെ, 2 നില വീട് കിട്ടുമ്പോൾ 5 നില വീട് കിട്ടുന്ന അല്ല അത്ഭുതം. ഞാൻ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കുന്നത് അത്ഭുതം, ദൈവവചന പ്രകാരം ജീവിക്കുന്നത് അത്ഭുതം, പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് ദൈവവുമായി ചേർന്ന് പോകുന്നത് അത്ഭുതം. അതിനപ്പുറമായ ഒരു അത്ഭുതം വേറെയില്ല. സ്തോത്രം.
ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. നിങ്ങളാണ് എന്ത് പറയും? അയ്യോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണണം കർത്താവ്. ഞാൻ പറയും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണാം. ഉമ്മ കർത്താവ് ഇങ്ങനത്തെ പരിപാടി ചെയ്യല്ലേ, പക്ഷെ എനിക്ക് കാഴ്ച തരണമേ, ഞാൻ അതിനെന്തു ചെയ്യേണ്ടതെന്നല്ല ഞാൻ ചോദിച്ചു. പക്ഷെ ഈ മാതാവ് എന്നോട് ചോദിച്ചത്, മാതാവ് പറഞ്ഞു കണ്ടത് കണ്ടു, ഇനി എനിക്ക് കാന്തം വരുന്നത് കണ്ടാൽ മതി. അതാണ് പ്രത്യാശ, അതാണ് കാത്തിരിപ്പ്. എത്ര ദൈവമക്കൾക്ക് പറ്റും ആ പ്രത്യാശയോട് സംസാരിക്കാൻ? എത്ര ദൈവമക്കൾക്ക് പറ്റും? സ്തോത്രം. നാളെ നിങ്ങൾ കാഴ്ചയെല്ലാം പോകാൻ പ്രാർത്ഥിക്കല്ലേ? ദൈവം സ്തോത്രം. കാന്തം വരുന്ന കാണാൻ വേണ്ടി ഈ കാഴ്ചയും ആ കാഴ്ചയെല്ലാം വേറെ. സ്തോത്രം. കാന്തം വരുമ്പോൾ കണ്ടാ മതി. സ്തോത്രം. പ്രാർത്ഥിച്ചോണം. പാസ്റ്റർ ഇങ്ങനെല്ലാം പറഞ്ഞോണ്ട് ഇനി ഞങ്ങളെ വീട്ടിൽ ഇനി വിക്സ് ഒന്നും മേടിക്കരുത്. നിങ്ങൾ വിക്സ് എല്ലാം മേടിച്ചോ, നിങ്ങളെ ഇഷ്ടമാണ്. വിക്സ് മേടിക്കണോ, മരുന്ന് കഴിക്കണോ, കഴിക്കണ്ടയോ, അതെല്ലാം നിങ്ങളെ തീരുമാനമാണ്. ആരുമായിട്ടുള്ള തീരുമാനം? ദൈവമായിട്ടുള്ള തീരുമാനം. ചെയ്തോണോ? ഞാൻ ആരോടും പറയത്തില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയും, നിങ്ങളെ ഏത് വിഷയത്തിനും പരിഹാരം എന്ന് പറയുന്നത് നസറേനായ യേശുവപ്പനാണ്. യേശുവപ്പത്തിന് അപ്പുറമായ ഒരു പരിഹാരത്തിന്റെ നാമം വേറെ ഇല്ല. ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന് പറയുന്ന നാമമാണ്. നിന്റെ രോഗം മാറ്റുവാൻ, നിന്റെ ക്ഷീണം മാറ്റുവാൻ, നിന്റെ കടപ്പാരം മാറ്റുവാൻ, നിന്റെ കുടുംബത്തെ സമാധാനം തരുവാൻ, നിന്റെ കുടുംബത്തെ ഉയർത്തുവാൻ, നിന്റെ തലമുറയെ നല്ലതാക്കുവാൻ, ആ തലമുറ ചീത്തയെന്ന് പന്നലിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരാൻ, നല്ല തലമുറ ഒരു തിളങ്ങുന്ന മുത്താക്കി തീർക്കുന്നതല്ല, നസറേനായ യേശുവപ്പത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുവപ്പത്തിനെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ യേശുവപ്പത്തിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തം ദൂത് പറയുന്നു, യേശു നിന്നെ, നിന്റെ കുടുംബത്തെ നിശ്ചയമായി അനുഗ്രഹിക്കും. അതിൽ ഒരു മാറ്റവുമില്ല. കർത്താവിന് മാത്രമേ നമ്മുടെ കുടുംബത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുഗ്രഹിക്കുവാൻ, ബ്ലസ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ആ ദൈവം നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഏത് പ്രതികൂലം വന്നാലും ആ വാക്ക് മറന്നു പോകും. ആ വാക്ക് എല്ലാത്തിനും എന്റെ കർത്താവ്, എല്ലാത്തിന്റെ വിടുതൽ കർത്താവ്, എല്ലാത്തിന്റെ അത്ഭുതം കർത്താവ്. അത് വിശ്വസിച്ചോണം. അത് വിശ്വസിച്ച് പ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന ദൈവമക്കൾക്ക് എന്തായാലും നിശ്ചയമായി ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ചെയ്യാൻ പറ്റും, പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. പ്രാപിക്കാൻ പറ്റും. നിങ്ങളുടെ വിശ്വാസം ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത്ഭുതം ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കകത്ത് കുറവ് വരില്ലേ? കുറവ് എന്ന് കൂടുതൽ എന്ന് പറയുമ്പോൾ ഇരട്ടിയാക്കിക്കോണം. അത് നിങ്ങളെ ബലപ്പെടുത്തിക്കോണം. കാര്യം എന്തുവാ? ദൈവം തരാൻ പോവാ. ഞാനൊരു ഉദാഹരണം പറയുക. നമ്മളിപ്പോൾ ഇവിടുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച് നല്ലൊരു ആത്മീയ അന്തരീക്ഷം വരുമ്പോൾ നമ്മളെ ഉള്ളത്തിനകത്ത് തോന്നുക, സ്തോത്രം, ഞാൻ പുറത്തു പോയിട്ട് മുഖമല്ല ഒന്ന് വാഷ് ചെയ്യട്ടെ. സ്തോത്രം. ഒരു ഉദാഹരണം പറയുവാന്നേ, അല്ലെങ്കിൽ ഈ സ്തോത്രം അലറിയ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോഴെനിക്ക് ചിന്തയുണ്ട്. അപ്പോഴേ ഓർത്തോണം, ചിലപ്പോൾ നമ്മൾ ആരാധിച്ച് സന്തോഷിച്ച് നിൽക്കുമ്പോഴായിരിക്കും കർത്താവിനൊന്ന് തൊടാനിരിക്കുന്ന. കർത്താവ് പറയും, ഞാൻ ഇവിടെ ഇങ്ങനെ തൊടാൻ പോവാ. അടുത്ത് വരുമ്പോഴായിരിക്കും നമ്മളോട് ചിന്ത മാറ്റിയിട്ട് വേറെ ചിന്തയിലേക്ക് പോകും. നമ്മളെ ചിന്ത ഉടനെ ഡൈവേർട്ട് ചെയ്ത് വേറെ എടുത്തോട്ട് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് കൊണ്ടുവരും. അത് ആറ് തന്ത്രവും പിശാചിന്റെ തന്ത്രം. പിശാചറിയ ഇവൻ പ്രാപിച്ചത് ഇവൻ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറത്തിലേക്ക് അടുത്തടുത്തോണ്ടിരിക്കും. അത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബായി എന്ത് വിഷയം വന്നാലും, ദൈവമേ, ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു എന്നെ തൊടാൻ അനുവദിക്കല്, ശത്രു എന്റെ അടുത്ത് വരാൻ അനുവദിക്കല്. ഞാൻ ദൈവമായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് മതി എന്ന് ദൈവം എന്നോട് സംസാരിക്കാൻ മതി, ദൈവം എന്നോട് ഇടപെട്ടാൽ മതി. ആ ദൈവത്തിന്റെ ദൂതും ദൈവത്തിന്റെ ആലോചന എനിക്ക് വേണ്ടത്, ആ ദൈവത്തിന്റെ അത്ഭുതമാണ് എനിക്ക് വേണ്ടത്, ആ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ടത്. അങ്ങോട്ട് പ്രാർത്ഥിക്കോ ദൈവമക്കളെ. ദൈവം നമ്മളെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തോന്നും, ബലപ്പെടുത്താൻ തോന്നും, ശക്തീകരിക്കാൻ തോന്നും. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കണ്ടാണ് ആരനുഗ്രഹിക്കുന്നത്? കർത്താവ് അനുഗ്രഹിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ച് ഓരോ സ്റ്റെപ്പ് വെക്കുന്നത് കണ്ടാണ് ആരനുഗ്രഹിക്കുന്നത്? കർത്താവ് അനുഗ്രഹിക്കും. ആ വിശ്വാസത്തിനകത്ത് ചോർച്ച വന്നു കഴിഞ്ഞാൽ ആർക്ക് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല? ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മൾ പ്രിയ ദൈവമക്കളെ, നമ്മളെ ഏത് വിഷയത്തിനകത്തും ആര് പരിഹാരം നൽകും? നമ്മളെ ഏത് ആവശ്യത്തിനകത്തും ആര് പരിഹാരം നൽകും? സ്തോത്രം. ഞാൻ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എന്തോ പ്രാർത്ഥിക്കാൻ നേരം
ഭർത്താവ് റൂമിലോട്ട് വരല്ലേ, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. അത് നമ്മളെ വിശ്വാസമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു, വന്നോ, ഡിസ്റ്റർബ് ചെയ്തോ? ഇല്ല. അത് മനസ്സിലാക്കുക. ഞാൻ ആഗ്രഹിക്കുന്നു, ഈ സൺഡേ ഞാൻ ആരാധനയ്ക്ക് പോകും എന്ന് തീരുമാനമെടുത്താലേ പോകാൻ പറ്റൂ. അയ്യോ, ഞാൻ എങ്ങനെയെങ്കിലും അന്ന് എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പോകും. എനിക്ക് എങ്ങനെയായാലും പോയേ പറ്റത്തുള്ളൂ. എന്റെ വിടുതല ആരാധന എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിശ്ചയമായി ആരാധനയ്ക്കകത്ത് ആര് കൊണ്ടുവരും? കർത്താവ് കൊണ്ടുവരും. നിശ്ചയമായി നമ്മളെ ദൈവം എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. സ്തോത്രം. നമ്മുടെ ദൈവം എന്ത്? ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരാം. 9-ാം അധ്യായത്തിനകത്ത് ഒന്ന് വരാം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ സ്തോത്രം 16-ാം വാക്യം മുതൽ ഒരാൾക്കൊന്ന് വായിക്കാം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ദൈവമക്കളുടെ വാക്ക് കേൾക്കുന്നവൻ ആരുടെ വാക്ക കേൾക്കുന്നത്? കർത്താവിന്റെ വാക്ക കേൾക്കുന്നത്. ഓർത്തോണം, നമ്മുടെ വാക്കപ്പെടെ ആരുടെ വാക്ക? കർത്താവിന്റെ വാക്ക. കർത്താവിന്റെ വാക്ക. പൈസലോ കർത്താവിന്റെ വാക്ക. നമ്മുടെ വാക്കുകൾ ആരാ കേൾക്കുന്നത്? നമ്മുടെ വാക്ക് കേൾക്കുന്നവനെല്ലാം കർത്താവിന്റെ വാക്ക് കേൾക്കുന്നത് പോലെ കാത്തിരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം. നിങ്ങളെ തള്ളുന്നവൻ. അപ്പൊ എന്നെ തള്ളുന്നവനെ ആര് തള്ളിക്കോളും? എന്നെ കുറ്റം പറയുന്നവനെല്ലാം ആര് തള്ളിക്കോളും? ഞാൻ തിരക്കി പോണ്ട. പക്ഷെ നമ്മളെ തള്ളുന്നവനെയൊന്നും കർത്താവ് തള്ളുന്നില്ല. നമ്മൾ മാത്രം തള്ളി വീണോണ്ടിരിക്കുക. കാര്യം എന്തുവാ? നമ്മളെ തള്ളുന്നവന്റെ വീഴ്ച കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. കർത്താവ് വീഴ്ത്തു. കർത്താവ് ആദ്യം പറയുക, ആ സ്വയമേ നീ എന്നെ തന്നെ ഉടക്കി. നീ ആരെന്ന് മനസ്സിലാക്കുക. നിന്റെ ശത്രുക്കളെ നീ നിന്നെ പോലെ സ്നേഹിപ്പാനാ പറഞ്ഞേക്കുന്ന കർത്താവ്. അപ്പോഴെന്തുവാ? നീ ഒരുത്തന്റെ തകർച്ച കാക്കാനല്ല ഇരിക്കേണ്ടത്. നീ നിന്നെ തന്നെ ഉടച്ച് ആർസനെ പ്രാർത്ഥിക്കണം. ദൈവസേന പ്രാർത്ഥിക്കണം. ദൈവസേന ഒരുക്കപ്പെടണം. സ്വത്രം. ഞാൻ കഴിഞ്ഞ ദിവസം സ്വത്രം എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ടെൻഷനെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ആ ടെൻഷൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കും. ആരോടാണെന്നറിയാം? സുഹൃത്തോടാ പറഞ്ഞു തീർക്കും. ഞാൻ ഓർക്കുന്നത് അത് സഹിക്കാനുള്ള കൃപമാണ്. ഇവള് പുറത്ത് അവർക്ക് ഒരു മാറ്റം നടത്തില്ല. അതേപടി നിന്ന് കേട്ടോണ്ടിരിക്കും. അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്റെ രക്ഷപ്പെടുത്തിരുന്ന ആ കാര്യം വിട്ടു. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോയി. എന്റെ തന്നെ ഭയങ്കര കപ്പാസിറ്റി അത് താങ്ങാനുള്ളത്. അതുകൊണ്ടായിരിക്കും അവള് അങ്ങനെ സ്തോത്രം പോലെ അങ്ങനെ ദൈവം തന്നതിനായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചോണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്, ഈ പറഞ്ഞ് എന്നെ രോഗിയാക്കി കളയും. ഞാനപ്പുറത്ത് എന്റെ ടെൻഷൻ പഠിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മേലെ ഞാൻ പറഞ്ഞു. ഇത്രയും കാലം ഞാൻ ഓർത്തത് 22 വർഷത്തോളം ഞാൻ ഓർത്തിരിക്കുന്നത് എന്തോ അറിയാമോ? ഞാൻ പറയുന്ന എല്ലാം സഹിക്കാനുള്ള പവർ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പോഴേ എന്റെ വർഷം തീർന്നു. സ്തോത്രം. എന്നോട് ഇന്നലെ പറയുക, എന്നെ ആവശ്യമില്ലാതെ രോഗിയാക്കല്ലേ, ടെൻഷൻ അടിച്ച് രോഗിയാക്കൽ. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയത്തില്ല. കാര്യം എന്തുവാ? താങ്ങാൻ പറ്റുന്നില്ല. അതിനപ്പുറത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ പേടി വരുന്നു. എനിക്കെന്ത് വരുന്നു? അത് പറയുമ്പോൾ തീരുമാനം. പണ്ട് ഞാൻ അങ്ങനല്ലായിരുന്നു. ആ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ദൈവസന്നിധിയിലായിരുന്നു ചെലവഴിക്കുമ്പോഴേ എന്റെ പ്രശ്നം മാറുമായിരുന്നു. ഇന്ന് എനിക്ക് തുണയായി നിൽക്കുന്ന ആളോടാണ് ഞാൻ പറയുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി, കർത്താവ് ഇന്നലെ രാത്രി എന്നോട് വെളിപ്പെടുത്തി തന്നു, എടാ ഇനിയും നീ അവിടെ അല്ല പറയണത്, എന്റെ അടുത്താ പറയുന്നത്. പഴയപോലെ നീ വാ, എന്റെ അടുത്ത് പറ, ഞാൻ അങ്ങ് ഏറ്റെടുത്തോളം നിന്നെ ഫ്രീ ആക്കി. ആ പറഞ്ഞാൽ തീർന്നു വിഷയം. പറഞ്ഞാൽ തീർന്ന വിഷയം. നമ്മൾ ചിലതെല്ലാം ഇങ്ങനെ മനസ്സിരിക്കും. പ്രിയ മക്കളെ, മനുഷ്യനോട് നമ്മൾ ചിലത് പറയും, ഞാൻ മുഖത്ത് നോക്കി പറയുന്ന ആളാ, എന്നോട് വിഷമമൊന്നും. നമ്മൾ അങ്ങനെയല്ല പറയുന്നത്, നമ്മൾ ദൈവത്തോടാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ നാൾ വരെ അങ്ങനെ ചിന്തിച്ചോനാ. മുഖത്ത് നോക്കി ഏത് വിഷയവും ഞാൻ പറയുമായിരുന്നു. എന്റെ സ്വഭാവം അതായിരുന്നു. എനിക്ക് ഈ രഹസ്യമായിട്ട് വെച്ചുള്ള ഇടപെടിയിലോ അല്ലെങ്കിൽ രഹസ്യമായിട്ട് വെച്ചുള്ള വൈരാഗ്യമോ രഹസ്യമായിട്ട് വെച്ചുള്ള സ്നേഹമൊന്നുമില്ല. എനിക്ക് സ്നേഹം നിൽക്കേണ്ട ഞാൻ സ്നേഹിക്കും, പറയേണ്ട ഞാൻ പറയും. ഇതെല്ലാം എന്റെ ഓപ്പൺ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് ഇടപെട്ടവൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും ഒരു ദൈവ പൈതൽ അങ്ങനെ ചെയ്യല്ലേ. കാര്യം എന്തോ? എന്തും എന്നോടെ പറയാമോ? നീ മുഖം നോക്കാതെ പറയുമെന്ന് പറയുമ്പോ മറ്റൊരു വ്യക്തിയെ വിധിക്കുന്നത് തുല്യമാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ വിധിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നീ എന്നെ വിധിക്കുന്ന തുല്യമാണ്. ഞാൻ ഉണ്ടാക്കിയ മനുഷ്യനത്. നിന്നെ ശത്രുവാകും, നിനക്ക് എതിർപ്പായിരിക്കും. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ മനുഷ്യനാ. അവനെ നീ എന്തെങ്കിലും പറയുമ്പോ എന്നെ വിധിക്കുന്നതിന് തുല്യമാണ്. അവനെ നേരെയാക്കേണ്ടതും അല്ലെങ്കിൽ അവനെ വേണ്ടാതാക്കേണ്ടതും അല്ലെങ്കിൽ അവനെ ഉയർത്തേണ്ടതും ആരാ? കർത്താവാ. ഞാനല്ല. ഞാനാണോ അവനെ ഉണ്ടാക്കിയത്? എന്റെ കഴിവുകൊണ്ട് ഉണ്ടാക്കിയതാണോ? അല്ല.
അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, ഇനി അങ്ങനെ നീ പറയല്ലേ, മുഖത്ത് നോക്കി അടിച്ച് പറയല്ലേ, നീ ഇനി പറയുന്നത് നീ എന്നോട് പറഞ്ഞാൽ നിന്റെ പരാതി ഞാൻ മാറ്റിത്തരാം, നിന്റെ വിഷമം ഞാൻ മാറ്റിത്തരാം, നീ ആരെ എന്ത് ചെയ്യണ്ട, വിധിക്കണ്ട. എന്റെ റൂട്ട് ഞാൻ മാറ്റി, എന്റെ ചിന്തകൾ മാറ്റി. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ മുഖത്ത് നോക്കാതെ വിളിച്ചു പറയുന്നത് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞ് ഞാൻ പറയും, അത് വേറെ നോക്ക്. അല്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി തെറ്റ് കണ്ട തെറ്റെന്ന് പറയുന്നത്. ഞാൻ ഒരു വീട്ടിലൊരു ചെന്ന് ഒരു ഉദാഹരണം എന്ന് പറയാം. ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവാനുള്ള ഉദാഹരണം പറയുന്നത്. ഞാനൊരു വീട്ടിലോട്ട് ചെന്നു. മനോമനുഷ്യന്റെ വീട്ടിൽ പോയെന്ന് കൂട്ടി. മനോമനുഷ്യന്റെ വീട്ടിൽ ചെന്നപ്പോ എനിക്കൊരു ഊണ് തന്നു. നല്ല ഊണായിരുന്നു. അതിന് ചില കറികൾ എനിക്ക് പിടിച്ചു. പക്ഷെ മനോമനുഷ്യൻ എനിക്കൊരിക്കലും പന്നിൽ തരത്തില്ല. മനോമനുഷ്യന്റെ കഴിവ് കൊണ്ട് മനോമനുഷ്യൻ എപ്പോഴും എന്ത് ചെയ്യും, ശ്രേഷ്ഠമാറിയ തരത്തോളൂ. പാസ് വന്നതാണ്, അത് ഏറ്റവും നല്ലതേ തരത്തോളൂ. ഇല്ലയോ? പല തരുമോ? ഉറുമ്പ് വീണതും ചാമയും ചത്തതും മിച്ചതെല്ലാം തരുമോ? അതെല്ലാം മാറ്റി അങ്ങനത്തെ ഒന്നും അല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ളത്, ഫ്രിഡ്ജിൽ വെച്ചതല്ല, അപ്പോഴുണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ളതേ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞാൽ എനിക്ക് തരത്തുള്ളൂ. ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ? അപ്പോഴ് ഞാൻ ഇത് കൂട്ടിയിട്ട് അതെ മനോഹരന്റെ ഇതൊന്നും കളത്തില്ല കേട്ടോ, ഇത് ശരിയാകത്ത് പറഞ്ഞാൽ ഞാൻ പണ്ട് പറയാറ്, പണ്ട് ഞാൻ പറയാറ്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യത്തില്ല. കാര്യം അവരൊരിക്കലും പന്നല് തരത്തില്ല. ഒരാൾക്ക് കൊടുക്കുന്നത് എപ്പോഴും എന്തുവാ, നല്ലതേ കൊടുക്കത്തുള്ളൂ. പന്നലായ ഒരു കാര്യം എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. അത് മനസ്സിലാക്കിയത് ഞാനൊരു ഭവനത്തിനകത്ത് ചെന്നപ്പോ എന്നോട് ചോദിച്ചു, പക്ഷെ കുടിക്കാൻ എന്തെങ്കിലും, ഞാൻ എന്താവട്ടെ. അപ്പൊ അവര് പിന്നെയും സ്ട്രക്കായിട്ട് നിൽക്കുവോ? സ്ട്രക്കായിട്ട് നിൽക്കും. സുനിതയുണ്ട്, സ്ട്രക്കായിട്ട് നിൽക്കും. ഒരു സ്തോത്രം, ഒരു ഭവനത്തിനകത്ത് ഒരു വിഷയത്തിനകത്ത് പോയതാ. പിന്നെയും വന്ന് എൻ്റെ അടുത്ത് വെച്ച് കുടിക്കാൻ, ഞാൻ എടുത്ത് എന്ത്, അതിനെന്താണ് വിഷയം, എന്താണ്? അല്ല പാസ് കുടിക്കൂ. ഞാൻ കുടിക്കുന്നതിന് എന്തുവാ, എനിക്ക് വേറെ വല്ല വ്യക്തിയാണോ ഞാൻ? ഞാൻ എന്ത് തന്നാലും കുടിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു, പക്ഷേ പാലില്ല. ഞാൻ ഏറ്റവും വളരെ പാല്, കട്ടൻ ചായ. ഓക്കെ, വളരെ സന്തോഷം, എടുത്തോളൂ. കട്ടൻ ചായ കൊണ്ട് തന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല കട്ടൻ ചായ കുടിച്ചിട്ട് ഞാൻ സുനിലോട് അപ്പോഴേ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതാ കട്ടൻ ചായ. അവരാദ്യം ഓർത്ത് അവരെ കളിയാക്കി. ഞാൻ അല്ല, സുന്ദരയോട് പറഞ്ഞു കൊടുക്കുക, ഇത് എങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. ഇതാ കട്ടൻ ചായ. ഒരു വീട്ടിൽ ചെന്നാൽ അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മളെ ഇങ്ങോട്ട് നിർബന്ധിച്ച് തരുന്ന ഒരിക്കലും സാധനം പന്നലല്ല. അവർ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തരുന്നത്. നമ്മൾ ചോദിച്ചു മേടിച്ചാലേ പന്നൽ കിട്ടത്തുള്ളൂ. പക്ഷേ ചോദിക്കാതെ നമുക്ക് അറിഞ്ഞു തരുന്നത് എപ്പോഴും ശ്രേഷ്ഠമായിട്ട് തരുന്നത്. അത് നമ്മൾ, ഞാൻ ഈ കറികളുടെ കാര്യമെല്ലാം പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഒരിക്കലും ദൈവമക്കൾ അല്ലെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തി ഒരാൾക്ക് കരുതി കൊടുക്കുമ്പോൾ അതൊരിക്കലും ചെയ്യത്തില്ല, പന്നല് തരത്തില്ല. പന്നല് തരുമോ? കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. കർത്താവ് പറഞ്ഞേ, നിങ്ങൾ മക്കൾ അപ്പം ചോദിക്കുമ്പോഴേ നീ കല്ല് കൊടുക്കും, മീൻ ചോദിക്കുമ്പോ പാമ്പിനെ കൊടുക്കുമോ? അപ്പൊ നിന്റെ മക്കൾക്ക് നിനക്ക് പ്രാധാന്യപ്പെട്ടത് കൊടുക്കാൻ അറിയാം. ഇന്നതൊന്നും കഴിക്കാൻ പാടില്ല, ഇന്നയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. നിന്റെ മക്കൾ പ്രാധാന്യമാണ് നിനക്ക്. എങ്കിൽ നിന്റെ മക്കൾക്ക് നീ പ്രാധാന്യപ്പെട്ട കൊടുക്കുന്നെങ്കിൽ നീ എന്റെ മക്കളാ, നിനക്ക് ഞാൻ പ്രാധാന്യപ്പെട്ടതേ തരത്തുള്ളൂ. അപ്പൊ ദൈവമക്കളായ നമുക്ക് എന്താ തരത്തുള്ളൂ? പ്രാധാന്യപ്പെട്ടതേ തരത്തുള്ളൂ. എന്ന് പകല് തിരിച്ചറിഞ്ഞു, എനിക്കും എന്റെ കുടുംബത്തിനും കർത്താവ് എന്തെങ്കിലും തരുന്നെങ്കിൽ അത് പ്രാധാന്യപ്പെട്ടതാ. കർത്താവ് എന്തെങ്കിലും തരാൻ താമസിക്കുന്നുവെങ്കിൽ അത് അതിലും പ്രാധാന്യപ്പെട്ടതാ. കർത്താവ് താമസിക്കുന്നതിന്റെ കാര്യം തരുന്ന അനുഗ്രഹവും വലുതായിരിക്കും. അനുഗ്രഹം. ഈ ഒരു കാഴ്ചപ്പാടോട് ദൈവമക്കളിൽ ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാളെ മുൻവിധിക്കല്ലേ, നിർത്തണം. ഞാൻ വിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഇല്ലെന്ന് പറയത്തില്ല, ഞാൻ ശക്തമായിട്ട് പറയുന്നത്. ഞാൻ ഇപ്പൊ അകത്തുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായി പോവുക. സ്തോത്രം. അറിയാ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ച് മാറിപ്പോകൊണ്ടിരിക്കും. കാര്യം പോവാ, എനിക്ക് അത് വേണ്ട. ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനെ മുൻവിധിക്കാൻ ഞാൻ ആരാ?
ദൈവം സൃഷ്ടിച്ചൊരു മനുഷ്യനെ മുൻതിരിക്കാനുള്ള അധികാരം ആർക്ക് തന്നിട്ടില്ല? എനിക്ക് ദൈവം തന്നിട്ടില്ല. അത് ചോദിക്കുന്നത് ആരാ? ദൈവമാണ്. ദൈവമക്കളെ തൊട്ടാൽ ഇപ്പൊ വചനം പറഞ്ഞു, എന്നെ തൊട്ട പോലെ, അല്ലയോ? ഞാൻ പറയുന്നത് കേൾക്കാതെ ഞാൻ പറയുന്നത് തിരിച്ചു കളയുമ്പോൾ എന്നെ തിരിച്ചു കളഞ്ഞ രീതിയാണ്. വായിക്കാം വായിക്കാം വായിക്കാം. എന്നെ തള്ളുന്നവൻ, ഞാൻ ദൈവത്തിന്റെ നാമത്തിലാണ് ചെന്നത്, ഞാൻ ദൈവനാമത്തിലാണ് ജീവിക്കുന്നത്, മറ്റുള്ളവൻ ഒരു ദോഷവും ചിന്തിക്കുന്നില്ല. ഞാൻ ദൈവമായില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമായില്ല, ദൈവമായിട്ട് അടുപ്പമുള്ള ദൈവത്തില. അപ്പൊ എന്നെ തള്ളുന്നവനെ, എന്നെ അയച്ച് എന്റെ പിതാവിനെ തള്ളി, കർത്താവിനെ തള്ളുന്ന തുല്യമാണ്. അടുത്തത് സ്തോത്രം. ഇന്ന് പകൽ ദൈവമക്കളെ ആ മെയിൻ പോയിന്റിലേക്ക് വരുന്നത് എന്തു പറഞ്ഞേ? പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല അധികാരത്തെ ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അപ്പൊ ആർക്കാ തന്നിരിക്കുന്നത്? നമ്മൾ ഓരോരുത്തർക്കാണ്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല അധികാരത്തെ ചവിട്ടുവാൻ എന്ന് പറയാൻ, കീഴ്പ്പെടാനല്ല, അതിനെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം ദൈവമക്കളായി നമുക്ക് ആര് തന്നേക്കുക? ദൈവം തന്നിരിക്കുക. അപ്പോഴ് ഒരു പിശാചിനോ, ഒരുവന്റെ പ്ലാനിനോ, ഒരുവന്റെ ബുദ്ധിക്കോ, ഒരുവന്റെ ചിന്തകൾക്കോ, ഒരുവന്റെ പ്ലാനിനോ നമ്മളെ തകർക്കാൻ കഴിയുമോ? നമ്മൾ അനുഗ്രഹത്തെ തകർക്കാൻ കഴിയുമോ? അവന്റെ പ്ലാനിനോ പദ്ധതിക്കോ തകർക്കാൻ കഴിയുമോ? ഒന്നും കഴിയത്തില്ല. അവൻ ആരെയെല്ലാം കൂട്ടുപിടിക്കുന്നു അതിനെയെല്ലാം ചവിട്ടി മെതിക്കാനുള്ള അധികാരം ആര് തന്നിരിക്കുക? കർത്താവ് നമുക്ക് തന്നിരിക്കുക. കർത്താവ് അപ്രകാരം അനുഗ്രഹിച്ച ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ചവിട്ടി മെതിക്കാനല്ല. അവനെ ചവിട്ടി മെതിക്കാതെ അവന്റെ കീഴിൽ കിടന്ന് തോൽവി തോൽവി എന്ന് പറയാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. വിജയം വിജയം എന്ന് പറഞ്ഞ് ജയാളിയായി പുറത്തു കൊണ്ടുവരാൻ ആര് വിളിച്ചിരിക്കുന്നത്? കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. കാര്യം നമ്മൾ നസറനായ യേശുവിന്റെ മക്കളാണ്. മക്കൾ എന്ന് പറയുന്ന അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ അവകാശം തന്നിരിക്കുന്ന കാലത്തോളം നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു പിശാചിനും തൊടുവാൻ കഴിയത്തില്ല. ഒരു പിശാചിന്റെ പ്ലാനും എന്റെ കുടുംബത്തിനകത്ത് വരത്തില്ല, കുടുംബത്തിനകത്ത് വരത്തില്ല. സ്തോത്രം. ദൈവത്തെ അറിഞ്ഞ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരുതണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ബലപ്പെടുത്തണം, കർത്താവിലേക്ക് അവരെ അടുപ്പിക്കണം. അതാണ് അവർ കർത്താവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇരട്ടി കാത്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ആ മാതാവ് ആ മക്കൾ ഇന്നും തീരുമാനമെടുക്കുമ്പോൾ, എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ, അന്ന് ആ സ്തോത്രം ഒരു കാലഘട്ടത്തിൽ എന്ത് വിഷയത്തിനും അവർ വിളിക്കും, ദൈവത്തോട് ചോദിക്കും, പക്ഷെ എന്തോ പറയുന്ന ആലോചന, കാര്യം എന്തുവാ? അതുവരെ അവർ ജാളിയായിട്ടാ പോകുന്നത്. പക്ഷെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അവർ നേരെ മാതാവിലേക്ക് തിരിക്കും, അവരുടെ അമ്മയുടെ തിരിക്കും. കാര്യം എന്തുവാ? അമ്മയുടെ വിശ്വാസത്തിലേക്ക് അവർ മാറും. അമ്മയുടെ വിശ്വാസത്തിലേക്ക് അവർ മാറും. എന്നിട്ട് അവർ പറയും, എന്റെ അമ്മ പഠിപ്പിച്ചിരിക്കുന്ന അതാ, പക്ഷേ എന്റെ ബുദ്ധിയല്ല, എന്റെ ചിന്തയല്ല, ഞാൻ പഠിച്ചതല്ല, എനിക്ക് അതൊന്നും അല്ല അറിയേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു അത് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ രണ്ട് ചെറുപ്പക്കാർ പിള്ളേരും അന്ന് വിളിക്കും, വിഷയങ്ങൾ ചോദിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? നേരെ റിട്ടേൺ ആവും ആ വിഷയത്തില്. അവർ വിഷയങ്ങൾ വരുമ്പോഴേ എന്നെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ കാലങ്ങൾ കഴിയും വിളിക്കുമ്പോൾ, ചിലപ്പോൾ കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വിഷയം വരുമ്പോൾ അവർ വിളിക്കും, തീരുമാനം എടുക്കാതെ വിളിക്കും. പക്ഷേ ദൈവം എന്തു പറയുന്നു അതിനെ പറ്റി? സ്തോത്രം. ഞാൻ പറയും, അതിനെ പറ്റി എനിക്കെന്ത് പറയാൻ അറിയാം. സ്തോത്രം. അപ്പോഴവർ പറയും, പാസ് എന്ത് പറയണ്ട, പാസിനോട് ദൈവം എന്ത് പറയുന്ന അത് പറഞ്ഞാൽ മതി. ആ പറയുന്നതാ എന്റെ അമ്മ സ്വീകരിച്ചെങ്കിൽ, ആ ദൈവത്തെ കണ്ടെങ്കിൽ, ആ ദൈവത്തെ കണ്ടതുകൊണ്ടാ ഞങ്ങൾക്കും ആ ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചത് എങ്കിൽ, അമ്മ കണ്ടതുപോലെ ഞങ്ങൾക്ക് വെളിപ്പാട് കിട്ടിയേ പറ്റൂ. ആ വെളിപ്പാട് അതിനനുസരിച്ച് ഞങ്ങൾ തീരുമാനം. ഇന്നും അവര് ആ ദൈവം പറയുന്നതിനപ്പുറമായ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യത്തില്ല, അവരെടുക്കത്തില്ല. കാര്യം അവന്റെ മാതാവ്, ഞാനപ്പോ ഓർക്കും, ആ മാതാവ് ജയിച്ചു. കാര്യം ആ പിള്ളേരെ എല്ലാം പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്. സ്തോത്രം. മരുമക്കൾ വന്നു, കൊച്ചുമക്കൾ വന്നു. ആ മരുമക്കളെ ഒന്നും മാതാവിനെ കാണാൻ പറ്റിയില്ല, കൊച്ചുമക്കളെ കാണാൻ പറ്റിയില്ല. പക്ഷേ സ്തോത്രം, മരുമക്കളും കൊച്ചുമക്കളും ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ട് പോലും ഇവന്മാർ രണ്ടുപേരും മാറിയിട്ടില്ല. ഇവന്മാർ രണ്ടുപേരും ഇന്ന് ആറത്തിന്റെ പോലെ ദൈവം മാതാവിനെ തൊട്ടതുപോലെ, മാതാവിനോട് സംസാരിച്ചതുപോലെ അവരത് നോക്കിയാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ നോക്കിയാ പോകുന്നത്. എനിക്ക് എന്റെ കുടുംബം പ്രാധാന്യമാണ്, എന്റെ സഭ പ്രാധാന്യമാണ്, ദൈവമക്കൾ പ്രാധാന്യമാണ്, എന്റെ മക്കൾ എനിക്ക് പ്രാധാന്യമാണ്. പക്ഷെ എനിക്ക് അതിലും വലിയ പ്രാധാന്യം ആരാ? കർത്താവായ യേശുവാ. യേശു എന്തു പറയുന്നു അത് ഞാൻ കാതോർക്കുന്നത്. ആ ശബ്ദത്തിനാ കീഴ്പ്പെടുന്നത്, ആ ശബ്ദത്തെ ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ അനുഗ്രഹം ചെയ്യാൻ പറ്റുന്നത് പ്രാപിക്കുന്നത്.
സ്തോത്രം. എന്റെ ബന്ധുമിത്രാദികൾ, സ്വന്തക്കാരെല്ലാം വലിയ ഉന്നത സ്ഥാനത്ത്, പക്ഷെ അവർക്ക് കിട്ടാത്ത സമാധാന സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. എനിക്കറിയാം എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. അതിനപ്പുറം വല്ലതും ഉണ്ടോ? സമ്പത്തുണ്ടായിട്ട് കാര്യമുണ്ടോ? സമാധാനം ഇല്ലെങ്കിൽ എന്ത് കാര്യം? സമ്പത്ത് എത്ര കൂട്ടി വെച്ചെന്ന് പറഞ്ഞാലും കാര്യമുണ്ടോ? അതിനകത്ത് അവർക്ക് കിട്ടാത്ത സമാധാനം സന്തോഷവും ഞാൻ അനുഭവിക്കുന്നത്. അവർ അമേരിക്കയിൽ ഇരിക്കുന്നെങ്കിൽ, അവർ കാനഡയിൽ ഇരിക്കുന്നെങ്കിൽ, അവർ വലിയ വലിയ വിദേശ രാജ്യങ്ങളെ കൈവശമാക്കി അവിടെ എല്ലാം അവർ പേരോട് അവർക്ക് വലിയൊരു പേരും പ്രസിദ്ധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് സമാധാനമില്ലെങ്കിൽ കാര്യമുണ്ടോ? എനിക്ക് അവിടെ ഒന്നും പോകണ്ട. എനിക്ക് കേരളത്തിനകത്ത് ഈ കൊല്ലം ജില്ലയ്ക്ക് അകത്ത് ഇരുന്നാൽ മതി. പക്ഷെ എനിക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. അതാണ് എന്റെ കർത്താവ്. എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത് എന്റെ കർത്താവ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് അനുഗ്രഹം, ദൈവത്തോട് ചേർന്നിരിക്കുന്നത് അനുഗ്രഹം. അവനെ എന്ത് ചെയ്യാൻ പറ്റൂ? ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കാൻ പറ്റും. വചനം പറയുക, പാമ്പിനെയും തേടിനെയും ശത്രുവിന്റെ സകലവിധ ആ പ്രാണികളെ, പദ്ധതിയെ, അധികാരത്തെ ചവിട്ടുവാനുള്ള അധികാരം ആർക്ക് തന്നിക്കുക? നമുക്ക് തന്നിക്കുക. അവന്റെ അധികാരത്തിന് കീഴിലല്ല, അവന്റെ അധികാരത്തെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം ആർക്ക് തന്നിരിക്കുന്നത്? ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തൊരു വാക്യം പറയുന്നു, വായിക്കാം. ഇതിനൊന്നിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ദോഷം വരില്ല. അപ്പൊ എന്റെ കുടുംബത്തിനെതിരെ ആചാരം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നത് കൊണ്ടാണ്. കാര്യം എന്ത് പറയും? അപ്പൊ നമ്മൾ ആരാന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കി നമ്മൾ ആചാരത്തിന്റെ പിന്നാലെ പോവും, ആചാരത്തിന്റെ പിന്നാലെ പോവും. എനിക്ക് തോന്നുന്നു കേരളത്തിനകത്ത് പകുതി ജനവും ആചാരം എന്ന് പറഞ്ഞ വീഴും. സ്തോത്രം. ആചാരം എന്ന് പറഞ്ഞ വീഴും. അതുകൊണ്ട് ആചാരത്തിന്റെ പേരും പറഞ്ഞ് പലരും മുതലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രിയന്റെ മക്കളെ, നമ്മൾ ക്രിസ്തു എന്ന് ജനിച്ച മക്കളാ, ദൈവത്തിന്റെ മക്കളാ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന മക്കൾ എന്ന് പറയുന്ന അവകാശത്തോടാണ് വിളിച്ചിരിക്കുന്നത്. ആ അവകാശത്തോട് വിളിച്ച മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരമാ ഈ ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 16, 17, 18, 19 വാക്യങ്ങൾ പറയുന്നു. പാമ്പിനെ, തേടിനെ, ശത്രുവിന്റെ സകല അധികാരത്തെ ചവിട്ടുവാനുള്ള അധികാരം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കണോ? നമ്മളെ നെഗറ്റീവ് പറയുന്നതിനെ വേണ്ടി നമ്മൾ നെഗറ്റീവ് അടിച്ച് നിൽക്കണോ? നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന കർത്താവ് കൂടെ ഉള്ളത്. ആ സമയത്ത് നെഗറ്റീവ് അടിക്കുമ്പോൾ, നിന്നെ കുറിച്ച്, പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ രീതിയിൽ നിന്നെ നോവിക്കുമ്പോൾ അങ്ങോട്ട് മാറി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഇതൊന്നും എനിക്ക് ഏക്കത്തില്ല, എന്റെ പകരത്തിനകത്ത് വരത്തില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ച് പറഞ്ഞിരിക്കുന്ന ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഒരു പുതപ്പ് പകർന്നു കൊടുത്തിട്ടുണ്ട്. ഒരു പുതപ്പ് പകർന്നിരിക്കുന്നു. ആ പുതപ്പിന്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത്. യേശു എന്ന് പറയുന്ന ഒരു കോട്ടയുടെ കീഴിലാണ് ഇരിക്കുന്നത്. യേശു എന്ന് പറയുന്ന ശക്തിയുടെ കീഴിൽ ഇരിക്കുന്നത്. യേശു എന്ന് പറയുന്ന നാമത്തിന്റെ കീഴിലാണ് ഞാനും എന്റെ ഭവനവും ഇരിക്കുന്നത്, എന്റെ മക്കൾ ഇരിക്കുന്നത്, എനിക്കുള്ളതല്ല ഇരിക്കുന്നത്. അതിനെ തൊടണമെങ്കിൽ യേശു അറിയണം. ആ പുതപ്പിനെ എടുത്ത് മാറ്റണം. ആ പുതപ്പിനെ മാറ്റാൻ നിനക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് തന്നെ ശക്തിയാ. ആ പുതപ്പിനാൽ ഞാൻ ജയം പ്രാപിക്കും. ദൈവം പറഞ്ഞ ദൂത ഇത് മക്കളെ വിളിച്ചു പറയുന്നത് ഒരു ദോഷത്തിന് നിന്നെ ഒന്നിച്ചുവാൻ കഴിയത്തില്ല. ഒരു ശത്രുവിന്റെ പ്ലാനിനോ പദ്ധതിക്കോ നിന്നെ ഒന്നിച്ചുവാൻ കഴിയത്തില്ല. കാര്യം നീ ആരാ? ദൈവത്തിന്റെ പൈതലാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതല, ദൈവത്തിന്റെ പൈതല, ദൈവത്തിന്റെ പൈതല, ദൈവത്തിന്റെ പൈതല. ഒരു തിന്മയ്ക്കും എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ നന്മ നിറഞ്ഞവനാ. എന്നെ യേശു നന്മ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുക. ഒരു തിന്മയുടെ വാക്കുകൾക്കോ, ഒരു തിന്മയുടെ പ്ലാനിനോ, പദ്ധതിക്കോ എന്റെ കുടുംബത്തെ തൊടുവാൻ കഴിയത്തില്ല. ഞാൻ യേശുവിന്റെ പൈതല, നന്മ പകർന്നിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അടുത്ത വാക്യോട് വായിക്കാം. സ്തോത്രം. ദൈവമക്കൾ എന്തിനാ സന്തോഷിക്കേണ്ടത്? സ്വർഗത്തിൽ എന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നു.
ശത്രുവായ പിശാച് ഭൂതങ്ങൾ നിനക്ക് കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പിശാച് നിനക്ക് കീഴടങ്ങിയിരിക്കുക. നീ ദൈവത്തിന്റെ പൈതല. കാര്യം നസറനായ യേശു 2025 വർഷത്തിന് മുമ്പേ കാൽവരി ക്രൂശിൽ അവന്റെ തല തകർത്തു, അവന്റെ പ്ലാനിനെ പദ്ധതിയെ തകർത്തു. എങ്കിൽ ഇന്ന് പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുക, നീ ഒരു ദൈവ പൈതല. നിന്നെ തുടരണമെങ്കിൽ ദൈവം അറിയണം. നീ അവനെ കീഴ്പ്പെടുത്തിയിരിക്കുക. അവൻ പിശാചിനെ കീഴ്പ്പെടുത്തുന്നതിനല്ല നീ സന്തോഷിക്കേണ്ടത്. ജീവന്റെ പുസ്തകത്തിന്റെ പേര് എഴുതപ്പെട്ടല്ല, സ്വർഗത്തിന്റെ പേര് ഇരിക്കുന്നതിനാണ് നീ സന്തോഷിക്കേണ്ടത്. ഇന്ന് പ്രിയ മക്കളെ, നീ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഞാൻ വലിയ കാറി പോകുന്നതുകൊണ്ടല്ല, ഞാൻ വലിയ സ്കൂട്ടർ വാങ്ങിയതല്ല, വലിയ സമ്പത്തുള്ളതുകൊണ്ടല്ല, വലിയ ജോലികളുള്ളതുകൊണ്ടല്ല, വലിയ സാലറി ഉള്ളതുകൊണ്ടല്ല, വലിയ വീട് തന്നതുകൊണ്ടല്ല. എനിക്ക് എന്റെ ദൈവത്തിന്റെ പുസ്തകത്തിൽ എന്റെ പേര് എഴുതിയതിനാ, എന്റെ ദൈവത്തിന്റെ പൈതലായി എന്നെ തെരഞ്ഞെടുത്തതിനാ, അതിനകത്ത് ഞാൻ സന്തോഷിക്കുന്നത്. ഇന്ന് പ്രിയ ദൈവത്തിലെ ആ സന്തോഷം നീ തിരിച്ചറിയുന്നുവെങ്കിൽ, ആ പ്രത്യാശ തിരിച്ചറിയുന്നുവെങ്കിൽ, ഇന്ന് നീ ദൈവസന്നിധിയിൽ അതിൽ വിജയിച്ചിരിക്കുക, നീ ജയിച്ചിരിക്കുക. ആ സന്തോഷം കെടുത്തുവാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ വിശാലം പോലെ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ആരെയും വിധിക്കണ്ട, നീ ആരെയും പിന്നാലെ പോണ്ട, നീ ക്രിസ്തുവിനെ നോക്കി ഓടിയാൽ മതി. ദൈവം തന്നെ അനുഗ്രഹിക്കും. നിന്ദകൾ കേൾക്കട്ടെ, പരിഹാസം കേൾക്കട്ടെ, അപമാനിക്കട്ടെ, അതൊന്നും നോക്കി അതിനകത്തൊന്ന് ക്ഷീണിച്ചു പോകല്ലേ, അതിനകത്ത് മറുപടി പറയാൻ നിൽക്കല്ലേ, അതിന്റെ പിന്നാലെ നീ പോകല്ലേ. നീ കർത്താവിനെ നോക്കി പോയാൽ മതി. നിശ്ചയമായി കർത്താവ് ആ വായടച്ച് ദൈവം നിന്നെ അവരുടെ മതിയിൽ മാനിക്കും. സ്തോത്രം. ഒരു ഭാഗത്തിലേക്ക് വരാം. അമികാലം കഴിഞ്ഞ ആഴ്ച വായിച്ച ഭാഗത്തിലേക്ക് മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചു വരാം. സ്തോത്രം. ഒരു മിനിറ്റ്, നമുക്ക് ഇതിനകത്തൊരു കാര്യം മനസ്സിലാവുന്നു. പക്ഷപാതക്കാരനെ കിടക്കയോട് 4 പേര് കൊണ്ടുവന്ന വിശ്വാസത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ചകളിൽ അതിന് മുമ്പെല്ലാം പറഞ്ഞിട്ടുള്ളത്. അവരോട് കർത്താവ് പറയുക, പക്ഷപാതക്കാരനോട് കർത്താവ് പറയുക, നിന്റെ പാപങ്ങളെ എന്ത് തന്നിരിക്കുക? മോചിപ്പിച്ച് തന്നിരിക്കുക. അവിടെ ഇരിക്കുന്ന ശാസ്ത്രിമാർ, മഹാപുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതന്മാരാ, ബൈബിളിനെ കുറിച്ച് വലിയ പണ്ഡിതമുള്ളവരാ. അവരെവിടെ പറയുക, ഈ ദൈവദൂഷണം ഇതെന്തോ പറയും. ഒരു കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കും, ചില രോഗം ചില പാപത്താൽ വരുന്നതാണ്. സ്തോത്രം. ചില രോഗം ചില പാപത്താൽ വരുന്നു. ചില രോഗം നമ്മൾ ദൈവമായിട്ട് അടുക്കാൻ വേണ്ടിയാണ്. ചില രോഗം എന്റെ യേശുവിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ വെളിപ്പെടുത്തി തരുന്നു. തിരിച്ചറിഞ്ഞോണം, യേശുവിനെ നമ്മളെ ദൈവത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന്റെ സയൻസിനോ ഒരു മനുഷ്യന്റെ കഴിവിനോ അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെന്ന്, ദൈവത്താൽ കഴിയാത്ത മറ്റൊന്നുമില്ലെന്ന് വെളിപ്പെടുത്തി തരുന്നതാണ് ചില രോഗത്തിനകത്ത് വിടുതൽ. അത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു, വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. അപ്പോഴ് സസ്യന്മാരോട് പറയും, ദൈവദൂഷണം എന്ന് പറയുന്നത് അവന്റെ പാപത്താൽ രോഗപ്പെട്ട് കിടക്കുന്നത്, പാപത്താൽ പക്ഷപാതം പിടിച്ചത്. അതിനകത്ത് അടുത്ത വാക്ക് കർത്താവ് പറയുന്നുണ്ട്. അടുത്ത വാക്ക് ഒന്ന് വായിക്കാം. സ്തോത്രം. ദൈവം അവരുടെ ചിന്തയിലാണ്. ഇവൻ ദൈവദൂഷണം പറയുന്നത് ദൈവത്തിന് മാത്രമേ പാപമോചനം കൊടുക്കുവാൻ കഴിയൂ.
ഒരു വിടുതലിന്റെ ശുശ്രൂഷ അവിടെ നടക്കുമ്പോൾ തന്നെ ആരാ പ്രവർത്തിക്കുന്നത്? ദൈവമാണ്. കഴിഞ്ഞ വാക്യത്തിനകത്ത് ലൂക്കോസ് സുവിശേഷത്തിനകത്ത് നമ്മൾ വായിച്ചു. എന്തു വായിച്ചേ? ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നുവെങ്കിൽ എന്നെ സ്വീകരിച്ചു തുല്യം, ഞാൻ അയക്കുന്നവനെ അവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്നെ ത്യജിച്ചതിന് തുല്യമാണ്. അപ്പൊ കർത്താവിന്റെ നാമത്തിൽ നടക്കുന്ന ശുശ്രൂഷയാൽ നമ്മുടെ കഴിവിലല്ല എന്ത് നടക്കുന്നത്? രോഗസൗഖ്യം നടക്കുന്നത്, വിടുതൽ നടക്കുന്നത്, അത്ഭുതം നടക്കുന്നത്. ആരാല? കർത്താവിനാല നടക്കുന്നത്. അത് തിരിച്ചറിയണം. കർത്താവിനാൽ നടക്കുന്നത്. സ്തോത്രം. കർത്താവിനാൽ നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം എന്തുവാ? നമ്മളെ മോചിപ്പിച്ചു തന്നിരിക്കുക. ആര്? കർത്താവ് മോചിപ്പിച്ചു തന്നെ, നമ്മളെ വിടുവിച്ചു തന്നിരിക്കുക, വിടുവിച്ചു തന്നിരിക്കുന്നത്. നമ്മൾ തന്നെ ചില രോഗം വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, കർത്താവെ എവിടെ വെച്ചാ ഞാൻ തെറ്റിപ്പോയത്, എന്താണ് കർത്താവെ ഇങ്ങനെ എനിക്ക് വന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ല. കാര്യം എന്തുവാ? നമുക്ക് ചില പാപമോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ എവിടെങ്കിലും വീട് പോയിട്ടുണ്ടോ, തകർന്നു പോയിട്ടുണ്ടോ, അതൊന്ന് വെളിപ്പെടുത്തി കർത്താവെ അത് നികത്തുവാൻ ഞാൻ തയ്യാറാ എന്നാ നമ്മൾ ആരോട് ചോദിക്കുന്നത്? ദൈവത്തോട് ചോദിക്കുന്നത്. അവന്റെ അർത്ഥം എന്തുവാ? പാപമോചനം തന്ന. പാപമോചനം തന്ന തങ്ങമനുഷ്യ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഒരു അധികാരം, സ്വയം ഒരു അധികാരം പോലെ ചില ജോലിയെ ദൈവം തരുന്നു, ചില നന്മ. അത് ആരെ കീഴിലല്ല. ഞാൻ ഒരു ഉദാഹരണം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഡേ കെയർ അല്ല നടത്തുള്ളൂ. അതേപോലെ ഒരു സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിനകത്ത് ഏറ്റവും ടോപ്പിൽ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത് ആ കുഞ്ഞുങ്ങളിലേക്ക് സുവിശേഷം അറിയിക്കാൻ ഒരു അവസരമാണ്. സ്തോത്രം. അതുപോലെ തങ്ങമനുഷ്യന് ഒരു പ്രത്യേക ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു മാതാവിനെയോ ഒരു പിതാവിനെയോ അല്ല, കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ പോകണം, സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റെപ്പിലെ നിൽക്കാവും, അതിനപ്പുറത്തോട്ട് നിൽക്കുന്നത് പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല. ഡ്രസ് ഇടുവാണെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ രീതി എപ്പോഴും ടിപ്പ് ടോപ്പ് ആയിരിക്കണം. പിള്ളേരെ കൂടുതൽ കളിക്കല്ല, ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു അടുക്കും ചിട്ടയുണ്ട്, ഒരു പ്രിൻസിപ്പിൾ അധികാരം. അതേപോലെ ഒരു അധികാരത്തിന് കീഴിൽ കുറെ കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കി തരുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഒരുക്കി തരുന്ന ഒന്നുമല്ല, സുവിശേഷം അവരിലേക്ക് കൈമാറുവാൻ, അവരെ ദൈവത്തിന് വേണ്ടി വാർത്തെടുക്കുവാൻ, അതിനകത്ത് ഒരു അടുക്കും ചിട്ടയും കൊടുക്കുവാൻ, ആ രീതിയിലേക്ക് ഒരു കൃപയിലേക്ക് ആ സിസ്റ്റമേൽ ആ കൃപാവരം ദൈവം പകർന്നുകൊണ്ടിരിക്കുക, ആ അഭിഷേകം പകർന്നുകൊണ്ടിരിക്കുക. ദൈവം പറയുക, ജോലി ദൈവം കരങ്ങളിൽ തരാൻ പോവുക. അനേകം കുഞ്ഞുങ്ങളെ കർത്താവുമായിട്ട് അടുപ്പിക്കും. ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഭാവി പറയുമ്പോഴല്ല തങ്ങമനുഷ്യന്റെ പേര് വരുന്ന രീതിയിൽ അപ്പൊ പിതാവേ യേശുവിന്റെ അടുത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, അമികളെ വിലയേറിയ 300 പേരക്കാശിന് വിലയുള്ള അമി തൈലം കൊണ്ടുവന്ന് അമി കാൽ പൂശിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വചനം പറയുന്നിടത്തല്ല നിന്റെ പേര് പറയുന്നത് പോലെ ഇന്ന് ദൈവത്തിന്റെ വചനം പറയുക, തങ്ങമനുഷ്യനൊക്കെ ദൂത് പറയുക, നിന്റെ പേര് പറയും. ഈ കുഞ്ഞിന്റെ പേര് പറയുമ്പോൾ നിന്റെ പേര് പറയും. ആ കുഞ്ഞിനെ അനുഗ്രഹപ്പെട്ട കാര്യങ്ങളോ അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ട്, ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ പേര് തങ്കമണി സിസ്റ്റർ. ആ തങ്കമണിയുടെ ചിട്ടപ്രകാരം കൊണ്ടുവന്നതുകൊണ്ട് ഈ കുഞ്ഞ് അനുഗ്രഹമായി പുറത്തു വന്നു. സ്തോത്രം. അങ്ങനെ ഉള്ള ഒരു ജോലിയിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പൊരുള് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ അവരെ എടുത്തെടുത്ത് ഈ പേര് പറയും, ഞങ്ങൾ വന്നതിന്റെ തുടക്കം, ഞങ്ങൾ ആ തുടക്കത്തിൽ അത് കിട്ടിയതുകൊണ്ട്, ആ ട്രെയിനിങ്ങിൽ വന്നതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹപ്പെട്ട് ആ രീതി പേര് ദൈവം ഉയർത്തുമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. കർത്താവ് യേശുവിന്റെ അടുത്ത് അമികാലിൽ 300 വെള്ളിക്കാശിനും അമികാലിയ സ്തോത്രം വിലയുള്ള അമികാലിയ സ്തോത്രം സുർജത മാംസ തൈലം ഏറ്റവും വിലപ്പെട്ട സാധനമാണ്. 300 വെള്ളിക്കാശ്. 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റി കൊടുത്തേ. 300 വെള്ളിക്കാശ് ഇവിടെ കിടക്കുക. ആ വില ആ തൈലവുമായിട്ട് അവിടെ വന്ന് കർത്താവിന്റെ കാൽക്കല് അമ്മ തലയിൽ പൂശിപ്പോൾ അവിടെ നിന്നവരെല്ലാം പറഞ്ഞു, ഇത് പാഴ്ചെലവെന്തിന്, ഇത് ദരിദ്രർക്ക് കൊടുക്കാതെ. യേശുവിന് വേണ്ടി ചെയ്യുന്നത് പോലും കൂടെ ഇരിക്കുന്നവർക്ക് സൂഹിക്കുന്നില്ല. സ്തോത്രം. കൂടെ ഇരിക്കുന്നവർക്ക് സൂഹിക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം പറയുമ്പോഴും കർത്താവ് പറഞ്ഞു, അവളെ വിലക്കരുത്, എന്റെ സംസ്കാരത്തിന് മുമ്പേ അവൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നതായിട്ട് കണക്കൂട്ട് ചെയ്യാൻ മതി. സ്വന്തം ഈ ചെലവ് നിങ്ങൾ കൂട്ടണ്ട, ദരിദ്രർക്ക് വേറെ എല്ലാം കൊടുക്കാൻ ദൈവം തരും. ഇതൊന്നും നിങ്ങൾ കൂട്ടണ്ട, ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പ്രൈസ് എന്റെ സംസ്കാരത്തിന് മുമ്പേ ഇത് എനിക്ക് സാക്ഷ്യത്തിനായി അവിടെ ചെയ്യുക. പക്ഷേ ഈ വചനം പ്രസംഗിക്കുന്ന നേരത്തെല്ലാം അവളെ പേര് പറയും. ഇത് നമ്മളും പറഞ്ഞു.
സ്തോത്രം. ആ സഹോദരിയെ പറ്റി പറഞ്ഞു കഴിയോ? ആ സഹോദരി അന്ന് കർത്താവ് പറഞ്ഞതാ, ഇത് പ്രസംഗിക്കുന്നിടത്തെല്ലാം ആ സഹോദരിയെ പറ്റി പറയും. അതേപോലെയുള്ള ഒരു വലിയൊരു സ്തോത്രം സാക്ഷിയായിട്ട് ദൈവം തങ്ങളുടെ കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ദൂത് പറയുന്നു. എവിടെ ചെന്നാലും ഏതെല്ലാം രാജ്യത്തെ കുഞ്ഞുങ്ങൾ ചെന്നാലും അവരെടുത്തമായി ആമേ പറയുന്ന സാക്ഷ്യം ഇതായിരിക്കും. അതിനായിരിക്കും ബാക്കിയുള്ളത് അവർ പറയുന്നത് പൂരിപ്പിക്കും. ആ രീതിയിലേക്ക് സ്വർഗത്തിലെ ദൈവം സിസ്റ്ററെ മാനിക്കും. ഇത്രയും നാൾ പിടിച്ചു നിന്നതിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അതായിരിക്കുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു. നമുക്കെല്ലാം ചില സ്വഭാവം തരുന്നത് ദൈവത്തിന് ചില പ്ലാനുണ്ട്. ഞാൻ സുനിതയോടൊപ്പം പറയും, എനിക്ക് 3 മക്കൾ തന്നെ എന്റെ പല സ്വഭാവം പല ഒരടുക്കും ചിട്ടയായിട്ടുമില്ല. പലപ്പോഴും ഞാൻ പറയും ഞാൻ ശരിയാവത്തില്ല. കാര്യം എനിക്ക് ഈ അടുക്കും ചിട്ടം തന്നത് കർത്താവിന്റെ സഭ കൊണ്ടുപോകാനാ. അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ സഭ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? അടുക്കും ചിട്ട വലിച്ചു വാരിയ ജീവിതമാണെങ്കിൽ പാടാം. സഭ കൊണ്ടുപോകാൻ പാടാം. അടുക്കും ചിട്ട ഉണ്ടെങ്കിൽ മാത്രമേ കൊണ്ടു. ഓരോ സ്വഭാവം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ല, ഇവക്കെന്തോ ഈ സ്വഭാവം, ഇവനെന്തോ ഈ സ്വഭാവം. ദൈവത്തിന് എന്തോ ഒരു സ്പെഷ്യൽ കാര്യമുണ്ട് ആ സ്വഭാവത്തിനകത്ത്. സ്തോത്രം. പന്ന സ്വഭാവത്തിനല്ല ഞാൻ പറഞ്ഞേ, നല്ല സ്വഭാവത്തിന്. പന്ന സ്വഭാവം ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. ദൈവം അതും കളഞ്ഞേക്കുക. നല്ല സ്വഭാവം നമ്മളിലെല്ലാം നല്ല കുറെ സ്വഭാവമുണ്ട്, ക്വാളിറ്റിയും. ഞാൻ ഒരു അമ്മാമ്മയെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മളെ ഭവനത്തിന്റെ അടുത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു 6:30 ആകുമ്പോഴും അവരെത്ര സംസാരിച്ചുകൊണ്ടിരുന്നാലും ഭർത്താവോ അവരും വന്ന് ഇപ്പൊ നമ്മളോട്ടെല്ലാം നിന്ന് ഇങ്ങനെ സംസാരിച്ചു, എത്ര വലിയ സീരിയസ് സമയമാണ്. കറക്റ്റ് 6 കഴിയുമ്പോൾ അവർ ഭർത്താവും സംസാരിച്ചുകൊണ്ടിരിക്കും, സീരിയസ് വിഷയം ബാക്കി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ അമ്മാമ്മയെ കാണുന്നില്ല. അമ്മാവ നേരെ പ്രാർത്ഥിക്കണം. അമ്മാമ്മയുടെ ടൈമാണ്. ഞാൻ പലപ്പോഴും ഓർത്തുണ്ട്, അതായിരിക്കും ആ കുടുംബത്തിനായിരിക്കും. ആ കുടുംബത്തിൽ പലപ്പോഴും പല കാര്യത്തിനകത്ത് ക്വാളിറ്റി ഇല്ല, പക്ഷെ അവരുടെ കുടുംബത്തിനകത്ത് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒറ്റ പ്രാർത്ഥനയാണ്. എന്തൊക്കെ തമാശ പറഞ്ഞാൽ ആ സമയമല്ല അവർ മാറ്റി വെച്ചിട്ട് അവർ കറക്റ്റ് പോയിരിക്കും. അവർ വെച്ചിരിക്കുന്ന ടൈമാണ് ദൈവമായിട്ട് ചെലവഴിക്കുക. ദാനിയേൽ 3 നേരം ദൈവസ്ഥാനിൽ ചെലവഴിക്കും. തല പോകേണ്ട വന്നെങ്കിൽ സിംഹകൂട്ടി കിടക്കേണ്ട വന്നാലും ദാനിയേൽ അതിനകത്തൊന്നും വീഴത്തില്ല. ദാനിയേൽ ആ 3 നേരം മാർക്ക് കൊടുക്കാവുന്നതാണ്, ദൈവത്തിന് കൊടുക്കാവുന്നത്. ആ തീരുമാനമാണ്. ആ തീരുമാനം ഒരിക്കലും എന്നാ ശരി ദാനിയേലിനോട് രാജാവ് പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെക്കും. ഒരു മാറ്റവും ഇല്ല. സിംഹക്കൂടെങ്കിൽ സിംഹക്കൂട്, എങ്കിലും എനിക്ക് വിഷയമില്ല. ഞാൻ ആ 3 നേരം യെരൂശലേം നോക്കി പ്രാർത്ഥിക്കും. സ്തോത്രം. അപ്പൊ ദൈവം നമുക്ക് ചില ദൂത് തന്നിട്ടുണ്ടെങ്കിൽ ആ ദൂതിലേക്ക് കൊണ്ടുപോകാൻ സ്തോത്രം. തങ്ങളുടെ ചില അടുക്ക ചിട്ടയായിരിക്കാം ദൈവം അതിലേക്ക് വിളിച്ചത്, ദൈവം ഒരുക്കിയത്. അത് ഒരു അനുഗ്രഹമായി തീരും. ഈ രീതി സ്വഭാവമല്ലയോ? ഈ ചട്ടത്തിലല്ലേ പോന്നെ? എങ്കിൽ നിശ്ചയമായി കർത്താവ് അനുഗ്രഹിക്കും. അഭിമാനത്തോട് പറയണം, സന്തോഷത്തോട് പറയണം, കര ഉയർത്തിക്കൊണ്ട് പറയണം, ഇതാ ദൈവം എന്നെ അനുഗ്രഹിച്ചത്. സ്തോത്രം. ദൈവത്തെയും നിശ്ചയമായി കർത്താവ് നമുക്ക് പാലിക്കും. സ്തോത്രം. ശക്തമായിട്ട് ദൈവസനെ പാർത്തു പൊന്നു പാർശ്വ സ്തോത്രം. വിസയെല്ലാം ദൈവം കൊണ്ടുവരാൻ സമയമായിക്കൊണ്ടിരിക്കും. സ്തോത്രം. സ്തോത്രം. എനിക്ക് തോന്നുന്നു തുടക്കം ഒരു ഗൾഫ് രാജ്യത്തിലേക്കാണെന്ന് തോന്നുന്നു കർത്താവ് അയക്കുന്നത്. ഗൾഫിലോട്ട് തന്നെ അയക്കുന്നത്. സ്തോത്രം. വേഗത്തിൽ കൊണ്ടുതന്ന് ദൈവം അയക്കുന്നതായിരിക്കാം. അതിനുവേണ്ടി ശക്തമായി പാർശ്വമാണ് പറയുന്നത്. നിങ്ങൾ കുടുംബമായിട്ട് അവിടെ നിന്നായിരിക്കും പല വേറെ രാജ്യങ്ങളിലെല്ലാം തേടി പോകുന്നത്. തുടക്കം അവിടെ നിന്നായിരിക്കും. ആ തുടക്കത്തിൽ തന്നെ അനേകം നന്മകൾ ദൈവം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. നിന്ദിച്ചവരും പരിഹസിച്ചവരും എന്തായി എവിടായി എന്നെല്ലാം ചോദിക്കുന്നവരുടെ മധ്യയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൊന്നുവിനെ കുറിച്ച് ദൈവത്തിന്റെ ദൂത് വിളിച്ച് പറയുക. ആ ഗൾഫ് രാജ്യത്തിൽ നിന്ന് പലതിനും തുടക്കം വെക്കും, പല അനുഗ്രഹങ്ങളെ പ്രാപിക്കും. അത് കഴിയുമ്പോൾ അവിടുന്ന് പോകും, അടുത്തടുത്തേക്ക് ദൈവം അയക്കും. അത് കുടുംബമായിട്ട് കുടുംബത്തിന്റെ അടുക്കും ചിട്ടയും ഒരുക്കിയിട്ട് ദൈവം അയക്കത്തുള്ളൂ. ആ ഒരുക്കത്തിന് വേണ്ടിയാണ് ഇത്രയും താമസം വന്നത്. അതിനി ഒരുക്കപ്പെടാൻ പോവുക. അത് ഒരുക്കപ്പെടും. ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതും അതിനകത്ത് ചിലത് ഒരുക്കപ്പെടുന്നതായിരിക്കും. അടുത്ത് ആ ഗൾഫിൽ ചെല്ലുമ്പോൾ തന്നെ എന്റെ ഫ്രണ്ട് നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തെ മാറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ കഷ്ടത്തെ മാറ്റി ദൈവം ഒരു വിശാലത വരുത്തിയിട്ട് അടുത്ത വിശാലതയ്ക്ക് ദൈവം കൊണ്ടുപോകുന്നതിന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ഈ ദിവസത്തെ ശക്തമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചോണം. വേർവിട്ട് ദിവസത്തിന് സമയം കൊടുത്തോണം. പ്രാർത്ഥന തടയുന്ന ശത്രുവായ പിശാചിന്റെ പോരുണ്ട്. അവിടെ തളർന്നു പോകല്ലേ, വീണ് പോകല്ലേ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ആ പ്രാർത്ഥനയായിരിക്കും എന്ത് ചെയ്യുന്നത് പുറത്തു കൊണ്ടുവരുന്നത്. സ്തോത്രം. ഇനി ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്കായിരിക്കും ഇമ്പോർട്ടന്റ്. അതുപോലെ
സ്നാനപ്പെടാൻ എടുത്ത തീരുമാനമല്ല അനുഗ്രഹപ്പെട്ട തീരുമാനം. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു ഒന്നുകൂടെ ഒന്ന് ബലപ്പെടും. ആദ്യത്തെ ചില തീരുമാനത്തിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് ബലപ്പെടണം. ആ ബലപ്പെട്ട് സ്നാനപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങളുടെ വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ ദൈവമായിട്ട് എന്ത് ചെയ്യുക, കരാർ ഉറപ്പിക്കുക, ആ വ്യവസ്ഥയിലേക്ക് മാറുക. അപ്പോൾ അതിന് ദൈവം ബലം വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം ബാക്കിയുള്ള കാര്യങ്ങൾ ആ സമയത്ത് ദൈവം ഒരുക്കി തരും. 2025 സ്തോത്രമാലലിയ ആദ്യത്തെ സ്നാനം അവിടുന്ന് തന്നെ ആരംഭിക്കട്ടെ. ദൈവത്തിന്റെ സഭയ്ക്കകത്തുള്ള സ്നാനം ആരംഭിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്ക് തോന്നി സഭ സ്ഥാപിച്ച് 10 കൊല്ലത്തിന് മുമ്പ് തന്നെ ഈ സഭയ്ക്കകത്ത് സ്നാനം ആരംഭിപ്പിക്കാൻ മുങ്ങിയാളാ. സ്തോത്രം. സ്നാനത്തിന് തീരുമാനമെടുത്ത് കുളവും വെച്ച് എല്ലാ കാര്യവും വെച്ച് സ്നാനപ്പെടുത്തുവാൻ സ്നാപകൻ സ്തോത്രം സ്നാനപ്പെടുത്തേണ്ട വാർഷിക വന്നപ്പോൾ ആള് മുങ്ങിക്കളഞ്ഞു. സ്തോത്രം. ഹാലലുയ. അവിടുന്ന് ദൈവം ഇത്രയും വർഷം എടുത്ത് 10 കൊല്ലത്തിന് മേലായി, 8 വർഷമെങ്കിലും ആയെന്ന് എനിക്ക് തോന്നുന്നു. 8 വർഷത്തിന് മേലോളം ആയി കൊണ്ടുവന്ന് 8 വർഷത്തിനകത്ത് കൊണ്ടുവന്നു. ഈ വർഷത്തിന്റെ ആദ്യ മാസം തീർന്നു. അടുത്ത മാസം തുടക്കത്തിൽ തന്നെ പറയുന്നത് കേട്ടപ്പോൾ എന്റെ സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴ മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല. മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല. കർത്താവേ, എന്റെ ഞങ്ങളുടെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ഞങ്ങൾ മറന്നുപോയാലും, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രു മറന്നാലും ദൈവം ഞങ്ങളോട് മറക്കത്തില്ല. ദൈവം അത് ഞങ്ങൾക്ക് കണക്ക് പറഞ്ഞ് അനുഗ്രഹം തരും. ആ അനുഗ്രഹത്തിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവരും. ഇന്ന് പകലിൽ നിന്ന് പൂർണ്ണമായി ഏറ്റെടുത്ത് വിശ്വസിക്കുന്നു. ആ ദൂത് ഇന്ന് പകല് നിറവേറട്ടെ. അതെ. അതുപോലെ ദൈവസന്നിധിയിൽ ഒരുപാട് പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതനെ മുറുകി പിടിച്ച് നിന്ന മുതൽ പ്രതികൂലത്തിന്റെ മധ്യയിൽ, പ്രതിസന്ധിയുടെ മധ്യയിലായിരുന്നു. കർത്താവ് പറയുക, ചിലത് ചെത്തി മിനിക്കുന്നത് പോലെ ഞാൻ നിന്നെ മിനുക്കിക്കൊണ്ടിരിക്കുക. ചിലതെല്ലാം ചെത്തി വെക്കുക. അതുണ്ടെങ്കിൽ ഒരിക്കലും അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെത്തി മിനുക്കി ഒരു മെഴുകുപോലെ കണ്ടാൽ ശോഭയാവുന്ന രീതിയിൽ ചിലതെല്ലാം ചെത്തിക്കളഞ്ഞിരിക്കുക. ദൈവം അതാ താമസിക്കുന്നത്. അത് ഒരുക്കി ദൈവം അങ്ങ് തരാൻ പോവാ. തരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തടയാൻ പറ്റത്തില്ല. കർത്താവേ, അത് മാത്രമാണോ? അയ്യോ, ഇത് മാത്രമല്ല, ഇതിന്റെ പുറമെ വേറെ ഉണ്ട്. ഇന്ന് പ്രാപിച്ചോ. അയ്യോ കർത്താവ്, ഇതും എനിക്കുണ്ടോ? ഇതുകൊണ്ട് ഇത് പ്രാപിച്ചോ എന്ന് പറയുന്നതിന് ചില അനുഗ്രഹങ്ങൾ കൈമാറുന്നത് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നത്. സ്തോത്രം. ദൈവം എന്ത് പറഞ്ഞേ? ചിലത് ചെത്തി മാറ്റുക, എന്നാൽ ചിലതെല്ലാം ഒന്ന് മാറിയാലേ ദൈവത്തിന്റെ അനുഗ്രഹം തരാൻ പറ്റുള്ളൂ. അപ്പോഴേ അതിനെ ആര് ചെയ്യുക? അതാ താമസം, വേറെ ഒന്നുമല്ല. അതാ താമസം. പക്ഷേ അനുഗ്രഹം അങ്ങോട്ട് കർത്താവ് തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഇത് തന്നല്ല ദൈവം, അടുത്തത് ഉടനെ കേൾക്കും. അയ്യോ ഇതും എനിക്കുണ്ടോ? ആ രീതിയിൽ വൺ ബൈ ആയിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുമെന്ന് ദൈവത്തിന്റെ ദൂത് പറയുന്നു. അത് ചെത്തി മിനുക്കിയതിനെ പിന്നെ ചേർത്ത് പിടിക്കാൻ നിൽക്കല്ലേ. ചെത്തി മിനുക്കിയതിനെ കാരണോണം അതിനെ ഒരുക്കി മെഴുകുപോലെ ഒരുക്കി അങ്ങോട്ട് ക്ലിയറാക്കി ശോഭയോട് പുറത്തു കൊണ്ടുവരുമെന്ന്, ഒരു തിളങ്ങുന്ന മുത്തായി പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. അതാ താമസം. അല്ലാതെ ഭയപ്പെടേണ്ട. ദൈവം കൈവിട്ടിട്ടില്ല, ദൈവം ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം ദൂത് മറന്നു പോയിട്ടില്ല. നമ്മൾ മറന്നാലും മറക്കാത്തൊരു ദൈവമാണ് ആ ദൈവം. ഇന്ന് പകല് ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുത്തിയിട്ടുള്ളത് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സഭയെക്കുറിച്ചുള്ള ദൂതും ഇത് തന്നെ. ചെത്തി മിനുക്കിക്കൊണ്ടിരിക്കും. എല്ലാം അർഹതപ്പെടാതെ എല്ലാം തന്നാൽ ആ തന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അനുഭവിക്കാൻ പറ്റത്തില്ല. അർഹതയോട് തരുമ്പോഴാ അത് അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ സഭ ഇങ്ങനെ ചെത്തി മിനുക്കി കൊണ്ടുപോകുന്നത്. ചെത്തി മിനുക്കുന്ന ചിലത് ശൂന്യമാവുന്നു. കാര്യമുണ്ടോ? ഈ ശൂന്യത നിറയ്ക്കാൻ ദൈവത്തിന് അറിയാം. വലിയ രീതിയിലേക്ക്, ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് സഭ ഹോളിനകത്ത് ദൈവത്തിന്റെ ദൂത് വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്നു. കാലങ്ങൾക്ക് മുമ്പ് എത്ര ദൂത ദൈവമക്കൾക്ക് വെളിച്ചപ്പെടുത്തിക്കൊണ്ടത്. സഭയെക്കുറിച്ച്, സാലയത്തെക്കുറിച്ച് എത്ര പേർക്ക് എത്ര ദൂത് പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലും 2024 എല്ലാ മാസങ്ങളിലെല്ലാം
ദൂത് നമ്മൾ ഓരോ ദൈവമൊക്കെ ഗീതയായിരിക്കെ മനോമനുഷ്യനെ തങ്കമനുഷ്യനെ അല്ലെങ്കിൽ സ്തോത്രമാലിയ മകളമണിയാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അതുപോലെ സ്തോത്രം കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് എങ്ങനെ കൊടുത്തു അമ്മയ്ക്ക് അതല്ല ഇനി ഹോളിലല്ല പ്രാർത്ഥിക്കുന്നത് താക്കോൽ കൂട്ടത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കുക. ഇതെല്ലാം എത്ര വട്ടമാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഒരു മനോഹരമായ ഒരു ഹോള് മനോമനുഷ്യൻ പറഞ്ഞു വലിയൊരു മനോഹരമായ ദൂത് ഗീതേണ്ടി പറഞ്ഞു ദൂത് അമ്മ ഇതെല്ലാം ദൂത ഈ ദൂത് ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക. കാര്യം ചെത്തി മിനുക്കി കെട്ട് മിനുക്കി സഭ ഒരുക്കപ്പെടുമ്പോ ഇതങ്ങോട്ട് പകരാൻ തുടങ്ങും. ഇത് പിന്നെ തടയാൻ പറ്റത്തില്ല. ഇതിനെ പിന്നെ അങ്ങോട്ട് അമ്മ എന്തൊക്കെ ശക്തി ഇറങ്ങിയാലും അപ്പൊ ദൈവത്തിന്റെ വചനം നേരത്തെ വായിച്ചതുപോലെ പാമ്പിനെ തേടിന് ശത്രുക്കൾ സകല അധികാരത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയതുപോലെ ഇന്ന് പകല് സഭയ്ക്കകത്ത് ചില അധികാരങ്ങളെ പകരുക ആ ദൂതങ്ങളെ പകരുക അതിന്റെ തുടക്കമാണ്. നാളെ സഭയെ നോക്കി ഒരാൾക്ക് പ്രശംസിക്കാൻ പറ്റത്തില്ല. ഇത് ഞങ്ങൾ ചെയ്തതാ പറയാൻ പറ്റുമോ? ഇത് നമ്മളെ കൂട്ടം പ്രാർത്ഥിച്ചതാ, നമ്മളെ ചെറുകൂട്ടം വരുന്ന പ്രാർത്ഥിച്ചതാ. പ്രാർത്ഥിച്ചുകൊണ്ട് വലിയൊരു കൂട്ടത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നു. ഞങ്ങൾ മാറിപ്പോയില്ല, നാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. ദൂത് കേട്ട് അതിനകത്ത് കഷ്ടമനുഭവിച്ച് സഭ മുന്നോട്ട് തന്നെ ഞങ്ങൾ മുറുകി പിടിച്ച് മുന്നോട്ട് പോയി. അതുകൊണ്ട് വലിയൊരു വിശാലതയിലേക്ക് വലിയൊരു കൂട്ടത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കായി തുറന്നു എന്ന് പറയുന്ന രീതിയിൽ ദൈവത്തിന്റെ ദൂതും അനുഗ്രഹവും നമുക്ക് വെളിപ്പെടാൻ പോകും. പക്ഷപാതക്കാരനോട് കർത്താവ് പറഞ്ഞു നിന്റെ പാപങ്ങളെ മോചിപ്പിച്ചു. പരിശുദ്ധന്മാര് പറഞ്ഞു ഇവൻ എന്തുവാ ദൈവദോഷണം പറയുന്നത്? പാപങ്ങളെ മോചിപ്പിക്കുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? ദൈവത്തിന്. അപ്പോഴും അവര് ആരെ ഏറ്റെടുക്കുന്നില്ല? യേശു ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനായിട്ട് ഏറ്റെടുക്കുന്നില്ല. ഇത്രയെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഇത്രയെല്ലാം അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ടും അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നു. ഇന്നത്തെ ഭൂരിപക്ഷം സഭയ്ക്കകത്തുള്ള ദൈവജനം ഇതാ. ഇത്രയെല്ലാം യേശുബദനം ചെയ്തിട്ടും അവർക്ക് ആരെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, യേശുബദനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ വഴിതെറ്റി പോകുന്നത്, വചനം വിട്ടു പോകുന്നത്. നമുക്ക് നമ്മളെ ചില നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നമ്മൾ കേട്ട വചനത്തനുസരിച്ച് നമ്മൾ മാറാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ വചനം കേൾക്കാത്തവരല്ല. ഇന്ന് ദൈവസഭകളും ദൈവമക്കളും വചനം കേൾക്കാത്തവരല്ല, ഒരുപാട് കേട്ടവരാ. എന്നിട്ടും അവർക്ക് ആരെ അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല? ക്രിസ്തുവിനെ അങ്ങോട്ട് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാം ചെയ്തിരിക്കുന്ന ക്രിസ്തുവാ. ഇന്ന് പാടിയതുപോലെ യേശു കർത്താവ് മാത്രമാ സകലത്തിന്റെ ദൈവം, വേറെ ആരുമല്ല. ഇതങ്ങോട്ട് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ബുദ്ധിക്ക്, എന്റെ ചിന്തകൾക്ക്, എന്റെ കഴിവിന് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് പല നന്മകളും അനുഗ്രഹം എന്ത് ചെയ്യാൻ പറ്റത്തെ പ്രാപിക്കാൻ പറ്റാതെ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. എനിക്ക് ഇതിനകത്ത് വലിയൊരു കാര്യം മനസ്സിലായി. നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നതോ അല്ലെങ്കിൽ നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുന്നതോ ഏതാണ് എളുപ്പം? അപ്പൊ ഇത് രണ്ടും നമുക്ക് സൗഖ്യം ലഭിച്ചത് എന്തുവാ? ചിലത് നമ്മൾ ഓർമ്മപ്പെടുത്താൻ, ചില രോഗം വന്നത് നമ്മളെ ചിലത് ഓർമ്മപ്പെടുത്താൻ, ചില ദൈവത്തിന്റെ സ്നേഹം അറിയാൻ, ദൈവമായിട്ട് ചേർന്ന് നിൽക്കാൻ, ദൈവമായിട്ട് ബലപ്പെട്ടാൽ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലെന്ന് നമ്മളെ വീണ്ടും സ്ഥാപിച്ചു തരുന്നതാ ചില രോഗങ്ങൾ. കർത്താവ് അവരോട് പറയുക, എന്തു പറയുക? കിടക്കയെടുത്ത് വീട്ടിൽ. കർത്താവ് ഇത് പറയുന്ന രണ്ടും ഒരു അർത്ഥമാണ്. പാവം മോചിപ്പിച്ച് തന്നത് പോകുന്നതും കിടക്കയെടുത്ത് വീട്ടിൽ പോകുന്ന ഒരുങ്ങാനും. സ്തോത്രം. എന്തുവാ? മനുഷ്യപുത്രന് പാപത്തെ മോചിപ്പിക്കുവാൻ അധികാരമുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തുക. എന്നിട്ടും ചിലവർക്ക് ഇതുവരെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും യേശു ക്രിസ്തു ഭവനത്തിനകത്ത് ഉണ്ടെന്ന് കേട്ടിട്ടും പലർക്കും ആരെ അറിയുന്നില്ല? കർത്താവിനെ അറിയേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ദൈവമക്കളെ നമ്മളെല്ലാം പ്രശ്നം. നമ്മൾ അറിയേണ്ട രീതി അറിയുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ വായിച്ച വചനമുണ്ട്. എന്തുവാ? പാമ്പിനെ, തേളിനെ, സകല ശത്രുണ്ട്, സകല അധികാരത്തെ ചവിട്ടുവാൻ ആർക്കുണ്ട്? അധികാരം തന്നിക്കോ. പിന്നെ നമ്മൾ അവന്റെ കീഴിലാണെന്നുള്ള ചിന്തയാണ്. അവന്റെ മേളിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. നമുക്കെതിരെ കൊണ്ടുവരുന്ന പ്രതികൂലത്തിന്റെ, പ്രതിസന്ധിയുടെ മേളിലാണ് നമ്മൾ നിൽക്കുന്നത്. കാര്യം എന്തുവാ? ഇതിനെല്ലാം വിടുവിക്കുന്നവനാണ് നമ്മളെ കൂടെ ഉള്ളത്. ഏത് പ്രതിസന്ധി വന്നാലും, രോഗം വന്നാലും, ക്ഷീണം വന്നാലും, പ്രതിസന്ധികൾ വന്നാലും ഇതിനെല്ലാം വിടുവിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന യേശുവിനോടൊപ്പം നമ്മൾ നിൽക്കുന്നത്. ആ യേശു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ തോൽക്കും. അപ്പൊ നമ്മൾ തോൽക്കുമെന്ന് ചിന്തിക്കുന്ന കാര്യം എന്തുവാ? യേശു നമ്മളെ കൂടെ ഇല്ലെന്നുള്ള ചിന്ത വരുന്നു. യേശു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ തോൽക്കുവാൻ ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കത്തില്ല. അടുത്ത രണ്ട് വാക്യം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
എഴുന്നേറ്റ് വിളക്ക് എടുത്ത് വീട്ടിലേക്ക് പോകാം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് വിളക്ക് എടുത്ത് എല്ലാവരും താഴെ പുറപ്പെട്ടു. സ്തോത്രം. ഒരു മിനിറ്റ് ദൈവമക്കളെ, ഒരു കാര്യം ചിന്തിച്ചു. 4 പേര് ചേർന്ന പക്ഷപാതക്കാരന്റെ വിശ്വാസമാണ്. പക്ഷപാതക്കാരനല്ല പറഞ്ഞ എന്നെ കൊണ്ടുപോയി. 4 പേരുടെ വിശ്വാസത്തിലാണ് ആര് വന്നത്? പക്ഷപാതക്കാരൻ വന്നത്. ചിന്തിച്ചു നോക്കിയോണം. 4 പേർ 4 കോണിൽ പിടിച്ചുകൊണ്ട് തന്നെ കട്ടിലൂടെ ഇറക്കിയത്. 4 പേർ അധ്വാനത്തിന്റെ ഫലമാണ് പക്ഷപാതക്കാരന്റെ പാപം മോചിച്ചിരിക്കുന്നത്, വിടുതൽ കിട്ടിയത്. വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോ പക്ഷപാതക്കാരനോട് പറഞ്ഞ നിന്റെ കിടക്കെടുത്ത് നീ എന്നെ പിന്നെ ചുമക്കാൻ വേണ്ട. ഇന്ന് യേശുവിന്റെ അടുത്തേക്ക് ഒരു വ്യക്തി വരാനാ പാട്. വന്നു കഴിഞ്ഞാൽ പിന്നെ നീ അവന്റെ കാര്യത്തിൽ ചിന്തിക്കണം. ബാക്കി ആരും നോക്കിക്കോളും? കർത്താവ്. കർത്താവ് അവനെ അടുപ്പിക്കേണ്ടവരെ നീ പ്രാർത്ഥിച്ചോണം, കണ്ണുനീർ ഒഴിക്കണം. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ അവന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ബാക്കി ആരും ചെയ്തോളൂ? കർത്താവ്. പക്ഷപാതക്കാരനോട് പറയാ കിടക്കെടുത്തൊന്ന് പോയി. മറ്റവർക്ക് പറഞ്ഞില്ല, അത് ചുമക്കാൻ പറഞ്ഞില്ല. അവൻ 4 പേര് ചുമന്ന കട്ടില് ലവ എടുക്കുന്ന ഒറ്റയ്ക്ക്. അതാ യേശുവിന്റെ അടുത്ത് വന്നാൽ ഏത് ഭാരത്തിനും, ഏത് പ്രതികൂലത്തിനും, ഏത് പ്രതിസന്ധിക്കും ഒരു പരിഹാരം ആര് വെച്ചിട്ടുണ്ട്? തമ്പുരാൻ വെച്ചിട്ടുണ്ട്. യേശു നമ്മളെ ഏത് കട്ടിയുള്ള പ്രാർത്ഥനയാവട്ടെ, വിഷയം ഏത് വിഷയമാവട്ടെ, അതിനകത്ത് പരിഹാരം നൽകുവാൻ ആർക്ക് കഴിയും? കർത്താവ്. അത് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, അനുഗ്രഹവും ദൈവമക്കളായി നമുക്ക് പ്രാപിക്കാൻ പറ്റും. നിശ്ചയമായി ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. എല്ലാ ദൈവമക്കൾ എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ. കർത്താവേ, ഒരു വലിയ ദൈവസാന്നിധ്യം ഇന്ന് പകരം വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. സ്തോത്രം. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായമെന്താ? എന്റെ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായമെന്താ? ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. കർത്താവായ യേശുവിന്റെ സമയത്തേക്ക് നമുക്ക് പൂർണ്ണമായി നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ വന്നാൽ ഏത് പാപത്തെയും മോചിപ്പിക്കും, ഏത് രോഗത്തെ സൗഖ്യമാക്കും, ഏത് പ്രശ്നത്തെ വെളിയിക്കും. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ പ്രതികൂലങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഇന്ന് പകൽ ഞങ്ങൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ശത്രുവിന്റെ ചില നിന്ന വാക്കുകൾ, പരിഹാസ വാക്കുകൾ, അപമാന വാക്കുകൾ തലകുനിയുവാണവരല്ല, നിങ്ങൾ തല ഉയർത്തിപ്പിടിക്കുവാണവരാ. ഇന്ന് പകൽ ആ വാഗ്ദത്തം നിവർത്തിയാവട്ടെ, ആ ദൂതുകൾ നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തെ കർത്താവ് തൊടട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആഴമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടട്ടെ. എന്ന് പ്രാർത്ഥിക്കുമ്പോ, ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുമ്പോ ആ ദൈവശക്തി അവരുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവം അവരുടെ മേൽ വെച്ചിരിക്കുന്ന വിടുതൽ വെളിപ്പെടട്ടെ. ദൈവം അവരുടെ മേൽ വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ വെളിപ്പെടട്ടെ. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. ഞങ്ങളുടെ കണ്ണുനീര് കണ്ട് മടങ്ങിപ്പോകുന്നൊരു കർത്താവല്ല. കണ്ണുനീര് തുടച്ച് അതിന് പരിഹാരം നൽകി, ആശ്വാസം നൽകി, അവൻ കിടക്കയിൽ കിടക്കുന്ന പക്ഷപാതനെ എഴുന്നേറ്റ് പോയതുപോലെ അപ്പൊ ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റത്തില്ലെന്ന് മുൻവിധിച്ചവരുടെ മധ്യയിൽ അവൻ ആ കട്ടിലും എടുത്തുകൊണ്ട് അവരുടെ മധ്യയെ കൂടെ പോയതുപോലെ ഇന്ന് പകല് കർത്താവെ, ഞങ്ങളെ മുൻവിധിച്ച ചില വിഷയങ്ങളുണ്ട്. ലോകം ഞങ്ങളെ മുൻവിധിച്ച ചില വിഷയമുണ്ട്. ബന്ധുബന്ധാദികൾ, ദേശം ഞങ്ങളെ മുൻവിധിച്ച ചില വിഷയമുണ്ട്. ലോകത്തിന്റെ അന്ധകാരങ്ങൾ ഞങ്ങളെ മുൻവിധിച്ച ചില വിഷയമുണ്ട്. അതിന്റെ മധ്യയിൽ ഇത് വിടുതലോടെ എഴുന്നേൽക്കാൻ പോവുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലോടെ എഴുന്നേറ്റ് ഞാനും എന്റെ കുടുംബം പുറത്തു വരാൻ പോവുക. ആ വാഗ്ദത്തങ്ങൾ കൈമാറട്ടെ. ആ ദൈവത്തിന്റെ വാഗ്ദത്തം ഇന്ന് പകൽ കൈമാറട്ടെ. ആ ദൈവത്തിന്റെ ദൂതിന് കൈമാറട്ടെ. ഇന്ന് പകരം പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് പോയതുപോലെ ഇന്ന് പകൽ ചില വിഷയത്തിനകത്തും ഞങ്ങൾ എഴുന്നേൽക്കാൻ പോവുക. ഈ സഭ എഴുന്നേൽക്കാൻ പോവുക. സഭയെ ദൈവജനം എഴുന്നേൽക്കാൻ പോവുക.
Jesus.